രാമായണത്തെ വിമർശിക്കുന്നവര് ഈ കഥകളെല്ലാം സത്യമാണെന്ന് രീതി പറയും. എന്നാൽ അതേസമയം രാമൻ ജീവിച്ചിരുന്നില്ല, രാമായണം കെട്ടുകഥയാണെന്ന് പറയാൻ അവർക്ക് മടിയില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇത് സത്യമാണെന്ന് പറയണം അവര്, അല്ലെങ്കിൽ ഇത് കെട്ടുകഥയാണ്. ഇത് രണ്ടും പറയില്ല. ആവശ്യം വരുമ്പോ, നമ്മുടെ സംസ്കാരത്തെ എതിർക്കേണ്ടി വരുമ്പോ ഈ കഥയൊക്കെ സത്യമാണെന്നും രാമൻ ചെയ്ത് ശരിയാണോ എന്ന് ചോദിക്കുകയും അല്ലാത്തപ്പോഴൊക്കെ ഇതിനെ വിമർശിക്കുകയും ചെയ്യും. ആകാശത്തു നിന്നും നക്ഷത്രക്കൂട്ടങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച, അത് വളരെ അകലെയായിരിക്കാം, ചിലപ്പോൾ 4-5 എണ്ണം, ചിലപ്പോൾ വളരെ അടുത്തായിരിക്കാം. ദേവതകൾ കുളിക്കാൻ വരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. അതിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് പറ്റിയിട്ടില്ല. അതൊക്കെ നൈറ്റ് വിഷനുള്ള ക്യാമറയൊക്കെ വേണം. എന്തായാലും എന്തൊക്കെയോ മഹാത്ഭുതങ്ങളുടെ ലോകമാണ് കൈലാസവും അതേപോലെ മാനസരസും ഒക്കെ എന്ന് ബോധ്യപ്പെടുമ്പോ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നല്ലോ, എന്റെ അമ്മവും പറഞ്ഞതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരനായ യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തുമായ സജി കുട്ടപ്പൻ, എൻ്റെ പ്രിയ മിത്രം രാജേഷ്, സ്നേഹതികളായ മാന്നാർ നിവാസികളെ, ആദ്യം തന്നെ നിങ്ങളോടൊക്കെ ഒരു അഭ്യർത്ഥനയുള്ളത്, ചെറിയ സദസ്സാണ്, കുറച്ചും കൂടി മുമ്പോട്ട് കയറി ഇരുന്നാൽ നിങ്ങളുടെ മുഖഭാവം കണ്ടുകൊണ്ട് പറയുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടി സന്തോഷം. കാരണം നിങ്ങളുടെ മുഖം അനുസരിച്ച് വേണം എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. നമ്മളെപ്പോഴും ഈ പിന്നിലിരിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുന്നതാണ്, മുമ്പിലോട്ട് കയറിയിരിക്കുകയാണ് ശരിക്കും വേണ്ടുന്നത്. ഞാൻ ഇവിടെ നേരെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉപവാസത്തിലാണ്. പച്ചവെള്ളം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതായത് 5-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് 8-ാം തീയതി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ യോഗയുടെ ഒരു നിശ്ചയമുണ്ട്. ആധുനിക ശാസ്ത്രം ലോകത്തിന് നൽകിയ വലിയൊരു ശിക്ഷയായിരുന്നു ആണവ സ്ഫോടനം. നാഗസാക്കിയിലും ഒക്കെ വർഷിച്ച ബോംബ്, അതിൻ്റെ പരിണതഫലം ഇന്നും ലോക ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് രാജ്യങ്ങളുടെ അതിർത്തിയൊന്നുമില്ല. അപ്പോൾ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച ഓഗസ്റ്റ് 6 മുതൽ 9-ാം തീയതി വരെ, നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച ദിവസം വരെ ഉപവസിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി നേതൃത്വം നൽകുന്ന ജനാരോഗ്യ പ്രസ്ഥാനം എന്നൊരു സംഘടനയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്തിന് ശേഷം ഞാൻ വീട്ടിലിരുന്നാണ് ഉപവസിക്കുന്നത്. കുറച്ച് 100-100ഓളം പേരിപ്പോൾ ചങ്ങനാശ്ശേരി ക്രൈസ്തവ ആശ്രമത്തിൽ വരെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപനത്തിൽ ഞാൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ പരിപാടിയെപ്പറ്റി രാജേഷ് പറയുമ്പോൾ 5-ാം തീയതി എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് 9 മാറ്റി. അപ്പോൾ 5-9 കുഴപ്പമില്ല ദിവസങ്ങളാണല്ലോ എന്ന് വെച്ചു. പക്ഷേ പെട്ടെന്ന് 8 ആക്കിയപ്പോൾ ഞാൻ അതിൻ്റെ ഭവിഷ്യത്ത് ഓർത്തില്ല. അതുകൊണ്ട് ഇന്ന് മൗനം ഇന്നിപ്പോൾ ആണ് മുറിച്ചത്. ഇത് കഴിഞ്ഞാൽ മൗനത്തിലേക്ക് പോകും, നാളെ അത് തുടരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ യാത്ര ചെയ്തപ്പോഴും രാജേഷിന് അനുഭവമുണ്ട്. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഈ യാത്രയിലൊക്കെ ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അധികം ഭക്ഷണം എന്ന് പറഞ്ഞാൽ അധികം ആരോഗ്യമല്ല, അനാരോഗ്യമാണ് എന്ന് പ്രൂവ് ചെയ്യുക കൂടിയാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ രാമായണത്തെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. രാമായണ മേളയാണ് നടക്കുന്നത്, 22 വർഷമായി നടക്കുന്ന ഒരു വലിയ കാര്യമാണ്. 22 വർഷമായി മുടങ്ങാതെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു മനുഷ്യപ്രയത്നമുണ്ട് എന്നത് വിസ്മരിച്ചുകൂടാ. രാമായണവും കൈലാസവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ എന്ന് പറയുന്ന ആ നഗരി വിലസിയിരുന്നത്. ഞാൻ ആ സരയൂ നദി കാണുവാൻ പോയിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാകും മുമ്പ് അത് പോയി കാണുകയുണ്ടായി. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാവേളയിലും അവിടെ ഉണ്ടായിരുന്നു. വളരെ നേരത്തെ ഞാൻ അവിടെ എത്തി, 18-ാം തീയതി തന്നെ അവിടെ എത്തി.
ആ പ്രതിഷ്ഠാ സമയത്ത് അവിടെ സന്നിഹിതനാകുവാനും ദർശനം നടത്തി പിന്നീട് കാശിയിലൊക്കെ പോയിട്ട് മടങ്ങി വരുവാനും ഇടയായി. അപ്പോൾ എന്താണ് സരയൂ നദിയുടെ പ്രത്യേകത? അതറിഞ്ഞാൽ തന്നെ വലിയൊരു വ്യത്യാസം. പലർക്കും നമ്മുടെ രാമായണങ്ങളിലൊന്നും പരാമർശിക്കാത്തൊരു കാര്യമാണ്. സരയൂ നദി ഉത്ഭവിക്കുന്നത് മാനസ സരസിൽ നിന്നാണ്. മാനസ സരസ് എന്ന് പറയുന്നത് കൈലാസത്തിന് തൊട്ടടുത്തുള്ള വലിയൊരു സരസാണ്. 75 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു സരസാണ്. അത് കൈലാസ യാത്രയെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പരാമർശിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മാനസ സരസിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ് സരയൂ നദി. രാമായണങ്ങൾ നിരവധിയുണ്ട്. ഏതാണ്ട് 300ഓളം രാമായണങ്ങളുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതിലും കൂടുതലുണ്ടാകാം. രാമായണത്തെയും രാമായണ കഥയും ആസ്പദമാക്കി നിരവധി കലാരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വായിക്കുന്ന രാമായണം അധ്യാത്മരാമായണമാണ്. തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ്. ആ രാമായണത്തിൽ മൂലരാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒത്തിരി കഥകളുണ്ട്. അതിൽ ശ്രീരാമനെ അവതാര പുരുഷനായി ഈശ്വരനായിട്ടൊക്കെ സങ്കല്പിച്ച് കഥകൾ പറയുമ്പോൾ അത് ലോക ജനതയെ മുന്നോട്ട് നയിക്കാൻ, നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഈ മൂലരാമായണം കൂടി നമ്മളൊന്ന് വായിച്ചിരിക്കേണ്ടതുണ്ട്. മൂലരാമായണത്തിൽ പറയുന്ന പല കഥകൾ, ഇല്ലാത്ത പല കഥകളും നമ്മുടെ അധ്യാത്മരാമായണത്തിലുണ്ട്. എന്തിനു പറയുന്നു? വാത്മീകിയെ പറ്റി പറയുന്ന കാര്യമുണ്ട്. വാത്മീകി കള്ളനായിരുന്നു, അങ്ങനെ രാമരാമ ജപിച്ചു അങ്ങനെ പോകുന്ന ആ ഒരു കഥ കൃത്രിവാസ രാമായണം, ബംഗാളി രാമായണത്തിലേ പറയുന്നുള്ളൂ, മൂലരാമായണത്തിൽ പറയുന്നില്ല. അത് പിന്നീട് മറ്റു പല രാമായണങ്ങളിലും പരാമർശിക്കപ്പെടുകയാണ് ചെയ്തത്. രാമായണ കഥയിൽ, മൂലകഥയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. എന്തായാലും ശ്രീരാമൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന വാത്മീകി എഴുതിയ കഥയാണ് രാമായണം. അന്ന് ജീവിച്ചിരുന്ന രാജാവായ രാമനെ പറ്റിയിട്ട് എഴുതിയ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ സത്യമെന്ന് തോന്നും വിധം പറയുന്ന ഒന്നിനെയാണ് കഥ എന്ന് പറയുക. രാമായണത്തെ വിമർശിക്കുന്നവര് ഈ കഥകളെല്ലാം സത്യമാണെന്ന രീതിയിൽ പറയും. എന്നാൽ അതേസമയം രാമൻ ജീവിച്ചിരുന്നില്ല, രാമായണം കെട്ടുകഥയാണെന്ന് പറയാൻ അവർക്ക് മടിയില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇത് സത്യമാണെന്ന് പറയണം അവർ, അല്ലെങ്കിൽ ഇത് കെട്ടുകഥയാണ്. ഇത് രണ്ടും പറയില്ല. ആവശ്യം വരുമ്പോൾ, നമ്മുടെ സംസ്കാരത്തെ എതിർക്കേണ്ടി വരുമ്പോൾ ഈ കഥയൊക്കെ സത്യമാണെന്നും രാമൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുകയും അല്ലാത്തപ്പോഴൊക്കെ ഇതിനെ വിമർശിക്കുകയും ചെയ്യും. ഇപ്പോൾ ലക്ഷ്മണരേഖ എന്നൊരു സാധനം NRCയിലും വിൽക്കാനുണ്ടാവും. മൂലരാമായണത്തിൽ ഇങ്ങനൊരു രേഖയെപ്പറ്റി പറയുന്നില്ല. കല്ലാകുന്ന അഹല്യയെപ്പറ്റി മൂലരാമായണത്തിൽ പറയുന്നില്ല. അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുന്ന കഥ പറയുന്നുണ്ട്. ഇങ്ങനെ കഥകളിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയണമെങ്കിൽ മൂലരാമായണം കൂടി വായിക്കണം എന്നാണ് എനിക്ക് ഈ മാന്നാർ നിവാസികളോട് പറയുവാനുള്ളത്. വളരെ ഭംഗിയായിട്ടത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് വള്ളത്തോൾ. വിഷ്ണുവിനെ പറ്റി പറഞ്ഞ 4 കൈയുള്ളോ എന്നൊക്കെ പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ധാരാളം ഗദ്യ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വായിച്ചാലും മതി. എന്തായാലും രാമൻ എന്ന് പറയുന്ന ഒരാള് ഭാരതത്തിൽ ജീവിച്ചിരുന്നു. ആ രാമനെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു കഥ ചമയ്ക്കുമ്പോൾ അത് ധാരാളം വർണ്ണത്വങ്ങളുകൾ വന്നിട്ടുണ്ടാകാം. ഇത് അന്ന് എഴുതി വയ്ക്കുകയല്ല ചെയ്തത്, ലവകുശന്മാരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അത് പിന്നീട് പല കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് അതിന് വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ഇപ്പം നമുക്ക് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ അണ്ണാൻ, അതിനെ കണ്ടാൽ അതിന് പുറത്ത് 3 വരയുണ്ട്. അത് രാമ സേതു ബന്ധിക്കുന്ന സമയത്ത് മണ്ണിൽ പോയി ഉരുണ്ട് പോയപ്പോൾ രാമൻ തടവിയത് ഉണ്ടായതാണ്. നമുക്കൊരു കഥ രാമായണത്തിലില്ല, പക്ഷേ അത് സത്യമായില്ല നമ്മൾ കരുതുന്നു. ഇതുപോലെ മഹാഭാരതത്തിൽ ധാരാളം കഥകൾ. നിഴൽക്കുത്ത്, അങ്ങനെ ഒരു നിഴൽക്കുത്തൊരു മഹാഭാരതത്തിലുള്ള കഥയല്ല, പക്ഷേ അത് നമ്മൾ വേദിയിൽ കഥകളിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി നടത്തുന്ന നിഴൽക്കുത്തിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ധാരാളം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ബാലകാണ്ഡവും ഉത്തരകാണ്ഡവും പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും രാമൻ എന്ന് പറയുന്ന അത്ഭുത പ്രഭാവനായ ഒരു രാജാവിൻ്റെ കഥ നമ്മുടെ മനുഷ്യന്മാരെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്.
എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകുക? എൻ്റെ വിഷയം അതല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാതെ പോകുന്നത് ശരിയല്ല. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. വളരെ ഉപനിഷത്തിൻ്റെ വളരെ പ്രസിദ്ധ വാക്യമാണ്. അപ്പോൾ സത്ത് അസത്ത് ഇതെന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകണമെങ്കിൽ അതിനൊരു ഉദാഹരണം മുമ്പോട്ട് വയ്ക്കണം. അവിടെയാണ് സത്തായ രാമനെ മുമ്പോട്ട് വയ്ക്കുന്നത്, അസത്തായ രാവണനെയും മുമ്പോട്ട് വയ്ക്കുകയാണ്. സത്തായ രാമനും അസത്തായ രാവണനും രണ്ട് ഭാഗത്തും നിർത്തിയിട്ട് നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നാണ് രാമായണം ചോദിക്കുന്നത്. ഇപ്പൊ സത്തായ രാമന്റെ കൂടെയാണോ അസത്തായ രാവണന്റെ കൂടെയാണോ എന്ന ചോദ്യം ഈ രാമരാവണ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. എപ്പോഴാണോ രാമൻ ജയിക്കുക, സത്വഗുണം ജയിക്കുക, അപ്പോഴാണ് രാമത്വം നിങ്ങൾ ഉണ്ടെന്ന് പറയുക. ഇത് വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആമുഖമായി ഒന്നുണ്ട് കാര്യം പറയാതെ പോയാൽ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. വളരെ പ്രഗത്ഭനായ ഒരു പ്രസംഗകൻ തൊട്ട് മുമ്പിൽ എൻ്റെ ഇരിക്കുന്നുണ്ട്, അടുത്ത സെഷനിൽ വരേണ്ട ആൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മീഡിയയിൽ കൂടി മാത്രമാണ് ഞാൻ കണ്ട് പരിചയമുള്ളത്. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ജന്മന അന്ധനായ ധൃതരാഷ്ട്രോടൊപ്പം കൂടിയപ്പോൾ മുതൽ കണ്ണുകെട്ടിയ ഗാന്ധാരിയും, രണ്ടുപേരുടെയും മക്കളായി പിറന്നത് അന്ധത ബാധിച്ച കൗരവന്മാരായിരുന്നെങ്കിൽ മറുഭാഗത്ത് ശ്രീകൃഷ്ണ പരമാത്മാവെന്ന വലിയ പ്രഭാപുഞ്ചത്തിന് മുമ്പിൽ വിളങ്ങി നിന്ന പാണ്ഡവർ, രണ്ടുപേരും കൂടിയുള്ള യുദ്ധത്തിൽ അവസാനം നന്മയുടെ ഭാഗം ജയിക്കുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക് നയിക്കണമേ എന്ന വലിയൊരു പ്രാർത്ഥന. അവിടെയാണ് മഹാഭാഗവതം എന്ന പുരാണം ഉണ്ടാകുന്നത്. ഇതിൽ രണ്ട് ഗ്രന്ഥങ്ങളിൽ വാത്മീകിയുടെ കാലത്ത്, വാത്മീകി ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ച രാമനെ പറ്റി എഴുതുകയും വ്യാസൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രീകൃഷ്ണനെയും പഞ്ചപാണ്ഡവരെയും കൗരവരെയും പറ്റി എഴുതുകയും ചെയ്തിരിക്കുന്നതാണ് രണ്ട് പുസ്തകങ്ങളുടെയും പ്രത്യേകത. മഹാഭാഗവതത്തിൻ്റെ അതിനെ എന്നാണ് കാര്യങ്ങളെ പറ്റിയൊക്കെ തർക്കമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴാണോ രാമത്വം ഉണരുക, അല്ലെ രാമനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക, അപ്പോഴാണ് രാമായണ പാരായണവും രാമായണ മേളകളുമൊക്കെ സാർത്ഥകമാകുക. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ വായിക്കുന്ന അധ്യാത്മ രാമായണത്തിൽ കൈലാസനാഥനായ ഭഗവാനോട് പാർവതീദേവി ചോദിക്കുകയാണ് രാമനെ പറ്റിയിട്ട്, രാമകഥയെ പറ്റിയിട്ട്. ഭഗവാൻ വളരെ സന്തോഷപൂർവ്വം കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മുടെ അധ്യാത്മ രാമായണം പറയുന്നത്. അങ്ങനെയുള്ള അധ്യാത്മ രാമായണത്തിൽ പരാമർശിക്കുന്ന കൈലാസം, അവിടെ യുദ്ധത്തിൽ വീണുപോയ രാമനെയും ലക്ഷ്മണനെയും അതേപോലുള്ള വാനര വീരന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് തേടി പോകുന്ന ഹനുമാന്റെ കഥ, അതെല്ലാം കൈലാസവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട്. അപ്പോൾ ഹിമാലയത്തിന് വലിയൊരു പ്രാധാന്യം ഭാരതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുണ്ട്. ഭാരതം എന്നും ഹിമാലയത്തിൽ വസിക്കുന്നവരെ വലിയ ഇതോടുകൂടി നമ്മൾ കണ്ടിട്ടുള്ളത്. ഹിമാലയത്തെ പറ്റിയിട്ട് ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, അവിടെ വലിയ ഉരുളൻ കല്ലുകൾ, നദികളിൽ കാണുന്ന കല്ലുകൾ പോലുള്ള കല്ലുകൾ ഈ ഹിമാലയ മലനിരകളിലെല്ലാം കാണാം. അവ എപ്പോഴും ഇടിഞ്ഞു വീഴുകയും ചെയ്യും. നമ്മൾ ഈ ഋഷ്യശൃംഗൻ്റെ കഥയിൽ കല്ലെറിയുന്ന പർവ്വതങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ളതുപോലെ ഈ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യും. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? നദികളിൽ കാണുന്ന ഉരുളൻ കല്ലാണ്. കാരണം നമ്മൾ നദിയിൽ ഉരുളൻ കല്ല് വർഷങ്ങളോളം നദിയിലൂടെ വെള്ളം ഒഴുകിയിട്ടാണ് അതിനെ ഉരുളൻ പാറയാക്കി മാറ്റുന്നത്. അത്തരം പാറകൾ നിറഞ്ഞ പർവ്വതങ്ങളും അതിലെ ലൂസ് സോയിലാണുള്ളത്. അപ്പോൾ ഞാനതൊരു ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ ഇടയ്ക്ക് ഞാൻ അഗസ്ത്യകൂടത്തിൽ വെച്ച് കണ്ടപ്പോൾ അവരവിടുത്തെ ചെറിയ പ്രാണികളെ പറ്റിയൊക്കെ പഠിക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഈ ഇന്ത്യ ഉപഭൂഖണ്ഡം ഏഷ്യ മൈനറിലേക്ക് ഇടിച്ചു കയറിയതാണത്രേ. അപ്പോൾ ഉയർന്നു വന്ന മലനിരകളാണ് ഈ ഹിമാലയത്തിൻ്റെ മലനിരകളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ ഉയരം വർദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അഗസ്ത്യനെ മല ഉയർന്നതിന് അങ്ങോട്ട് വിട്ടു എന്നൊക്കെ പറയുന്നതിന് മുന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഹിമാലയം വളരെ മനോഹരമായ പ്രദേശമാണ്. എന്നാൽ അവിടുത്തെ യാത്ര വളരെ ക്ലിഷ്ടമായ യാത്രയുമാണ്. നിങ്ങൾക്കും ഹിമാലയത്തിൽ പോകണം. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ
അദ്ദേഹമാണ് ഈ കൈലാസത്തെ പറ്റി പറയുന്നത്. അദ്ദേഹം ഒരിക്കലും പോയിട്ടില്ലാത്ത കേട്ടുകേൾവി മാത്രമുള്ള കൈലാസത്തെ പറ്റി പറയുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഹിമാലയത്തിൽ പോയാൽ കൊള്ളാം, ഹിമം മൂടിക്കിടക്കുന്ന ആ കൈലാസവും ആ പർവ്വതങ്ങളും ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം തോന്നി. അവിടെ വലിയ മാനസ സരസ്സുണ്ടെന്നും ആ മാനസ സരസ്സിൽ അരയന്നങ്ങളുണ്ടെന്നും അരയന്നങ്ങൾ വെള്ളവും പാലും കൊടുത്താൽ പാല് മാത്രം കുടിച്ചും വെള്ളം അവശേഷിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് കവിഭാവനയായിരിക്കാം. എന്തായാലും ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്നു വളർന്നു. ഹിമാലയത്തിൽ വളരെ നീണ്ട മലനിരയാണ് ഹിമാലയം. അത് സാധാരണക്കാർക്ക് പോകാവുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഞാൻ 2003 ആണെന്ന് തോന്നുന്നു, എൻ്റെ മകൻ 2-3.5 വയസ്സുള്ളപ്പോൾ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വൈഷ്ണോദേവി ഹിമാലയത്തിലെ ക്ഷേത്രമാണ്. ഒരു 14 കിലോമീറ്റർ മല കയറിയാൽ മതി. വളരെ എൻ്റെ ഇളയ പുത്രനെ 3.5 വയസ്സുള്ള പുത്രനെ എൻ്റെ തോളിലെടുത്ത് ആ മല കയറി അങ്ങനെ തിരിച്ച് ഇറങ്ങുവാനിടയായി. അതെൻ്റെ ആദ്യത്തെ ഹിമാലയ യാത്രയായിരുന്നു. അപ്പോഴും കൈലാസം അഗമ്യമായി നിൽക്കുകയാണ്. 2008 ഈ ഒരു കൈലാസ യാത്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ കേരളത്തിലെ ഒരു കുപ്രസിദ്ധനായ സ്വാമിയോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്തത്. അന്ന് അദ്ദേഹം സുപ്രസിദ്ധനായിരുന്നു. ഞാനത് പേര് പറയുന്നില്ല. അദ്ദേഹം അന്ന് വലിയ ഭാഗവത യജ്ഞങ്ങളുമൊക്കെ നടത്തി, ഗീതായജ്ഞങ്ങളുമൊക്കെ നടത്തുന്നൊരു സ്വാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാചാടോപത്തിൽ പെട്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു. നേപ്പാൾ വഴിയായിരുന്നു ആ യാത്ര. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം, അത് പഞ്ചകേദാരങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേദാരമാണ്. അതിനെപ്പറ്റി സമയമുണ്ടെങ്കിൽ സംസാരമധ്യേ വരികയാണെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ പ്രാധാന്യം ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. അങ്ങനെ പശുപതിനാഥ ക്ഷേത്രമൊക്കെ പോയി. അപ്പോഴാണ് സ്വാമി പറയുന്നത്, അദ്ദേഹം അന്ന് സന്യാസി ആയിട്ടില്ല, പിന്നീടാണ് സന്യാസിയായത്. ഗിരിസമ്പ്രദായത്തിൽ സന്യാസമൊക്കെ സ്വീകരിച്ച് അദ്ദേഹം പറഞ്ഞു, ഒളിമ്പിക്സ് നടക്കുകയാണ് ടിബറ്റിൽ, ചൈനയിൽ. അതുകൊണ്ട് ടിബറ്റിലേക്ക് കടക്കാൻ ചൈനയുടെ അനുവാദം ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സ്വാമിജി, ഞാൻ ഇത്രയധികം പൈസയൊന്നും ഉണ്ടായിട്ടില്ല വന്നിരിക്കുന്നത്. 1.25 ലക്ഷം രൂപ, അന്ന് വലിയ തുകയാണ്. ഞാൻ 3 രൂപ പലിശയ്ക്ക് കടമെടുത്ത സ്വാമി വന്നിരിക്കുന്നത്. ഞാൻ മാസങ്ങളായിട്ട് നടന്ന് പരിശീലിച്ച് നമഃശിവായ ജപിച്ച് ഈ യാത്രയൊന്ന് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ലുംബിനിയിൽ പോകാം, മുക്തിനാഥ് പോകാം. ഞാൻ പറഞ്ഞു, സ്വാമി, ഇതൊന്നും എൻ്റെ പരിപാടിപ്പെട്ട കാര്യമില്ല. എനിക്ക് കൈലാസ ദർശനത്തിന് വേണ്ട ഞാൻ വന്നിരിക്കുന്നത്. അത് അയ്യപ്പൻ നായർ, അന്നത്തെ പ്രധാനമന്ത്രിയുടെ PA മറ്റാണ്, അയ്യപ്പൻ നായരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ശരിയാകുമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ അവിടുന്ന് മുക്തിനാഥിലേക്ക് പോയി. മുക്തിനാഥ് കൈലാസ യാത്ര പോകാൻ പറ്റാത്തവർക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. അതികഠിനമായ യാത്രയാണ്. ഗണ്ഡകി നദി കടന്നാണ് പോകേണ്ടുന്നത്. ചെറു വിമാനത്തിലാണ് യാത്ര. ഇപ്പോൾ ഒരു 10-12 കയറുന്ന ചെറു വിമാനത്തിലാണ് ഇവിടേക്ക്, അതിൻ്റെ എയർപോർട്ടിലേക്ക്, ജോംസൺ തന്നൂർ എയർപോർട്ട്, അവിടേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ബാച്ച് പോയി. സ്വാമി ഉൾപ്പെടെ കുറേ പേർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞങ്ങളോടൊപ്പം ഒരു ആലീസ് ഉണ്ടായിരുന്നു, റഷ്യക്കാരിയാണ്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിൽ അവരെ കൊണ്ടു കയറാനൊക്കെ ശ്രമം ഈ സ്വാമി നടത്തി. അവരവിടെ നിന്ന് ഓടിച്ചു. ഞാൻ പറഞ്ഞത്, അങ്ങനെ അവിടെ പോയി ഞങ്ങൾ പെട്ടുപോയി. തിരിച്ചു വരാൻ ഇങ്ങോട്ട് മാർഗ്ഗമില്ല. എന്തായാലും ഈ സ്വാമിയെ കൂടാതെ ഞങ്ങൾ മുക്തിനാഥിലേക്ക് പോയി. ഗണ്ഡകി നദി കടന്നാണ് പോകുന്നത്. ഹിമാലയത്തിലെ നദികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏത് നിമിഷവും വെള്ളം ഉയർന്നു വരാം. അങ്ങനെ ഞങ്ങൾ കുറുകെ കിടക്കുന്ന കൂടുതൽ പെട്ടെന്ന് വെള്ളം ഉയർന്നു വന്നിട്ട് ഞങ്ങളുടെ 2-3 പേര് ഒഴുകിപ്പോയി. അവരെ തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തു. എന്നാലും കാലുണ്ടായിരുന്ന വിലയേറിയ ഷൂസൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ മുക്തിനാഥ ദർശനമൊക്കെ നടത്തി തിരികെ വരുമ്പോൾ ഈ സ്വാമിയുടെ സ്വഭാവം അങ്ങ് മാറി. കാരണം ഞങ്ങളൊന്ന് ഒരു ദിവസത്തേക്ക് നിൽക്കാനുള്ള ഡ്രസ്സുമായിട്ട് അവിടെ പോയിരിക്കുന്നത്. ഇവിടെ വന്ന് കുറേയധികം അദ്ദേഹം ഞങ്ങളെ ഭർഷിച്ചു. എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ സ്വാമിയെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആലീസിനെ കയറ്റി വിടണമെന്നാണ് പറയുന്നത്. മോശം കാലാവസ്ഥ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങളുടെ യാത്രാ രേഖകളില്ല, എല്ലാം സ്വാമിയുടെ കയ്യിലാണ്. അങ്ങനെ സ്വാമിയുമായിട്ട് അവസാനം പിണങ്ങേണ്ടി വന്നു. അത്രയും നേരം ഞാൻ സ്വാമിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ സ്വാമിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ദൂരെ ഇരുന്നാൽ നേരറിയാമോ, ചാരേ ചെന്നങ്ങ് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. ഒരു കർക്കിടക മാസത്തിലാണതും. ഈ പാർവതി ദേവിയെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താ പറയുക, വേഷം മാറി ചെന്നിട്ട് ഭഗവാന്റെ കുറ്റങ്ങൾ, മഹാദേവൻ്റെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പാർവതി ദേവി പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെയുള്ള മഹാത്മാക്കളെ ദുഷിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ അവിടെ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ, അദ്ദേഹത്തെ സ്വഭാവം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് 65 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 3 മാസം മതി. ഞാൻ ചോദിച്ചു, സ്വാമിക്ക് ഫാക്ടറി ഒന്നും ഇല്ലല്ലോ? ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററോടാണ്. അങ്ങനെ അവിടേക്ക് പിരിഞ്ഞു. അവസാനം കാശ് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4-5 പേര് വാശി പിടിക്കുകയും കാശ് തിരിച്ചു വാങ്ങിക്കുകയൊക്കെ ചെയ്തു.
അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ വെച്ചിട്ടാണ്, 2010 എന്നെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ കൈലാസ യാത്രയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ എന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. അന്ന് ഈ സ്വാമി കുറച്ച് കുട്ടികളെ കൊണ്ട് ഗംഗ കാണിക്കാൻ കൊണ്ടുപോകുന്നു, വലിയൊരു പ്രഖ്യാപനം നടത്തി. സ്വാമിയല്ലേ വിളിക്കുന്നത്, നിങ്ങൾ ധൈര്യമായി വിട്ടോളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, സ്വാമി കൊണ്ടുപോയതിൽ 2-3 പിള്ളേർ ഗംഗയിൽ ഒഴുകിപ്പോയി. അങ്ങനെ അതിൽ വളരെ പ്രമുഖമായൊരു പത്രത്തിൻ്റെ പത്രാധിപരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അതോടുകൂടി സ്വാമിയുടെ വഴി തിരിഞ്ഞു. സ്വാമി ഇപ്പോൾ ഈ പറയുന്നതിനൊക്കെ എതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വാമിയുടെ പേര് പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതാണ് ആദ്യത്തെ എൻ്റെ കൈലാസ യാത്രയുടെ അനുഭവം. 2010 ഞാൻ തീരുമാനിച്ചു, ഇനി നേപ്പാൾ വഴി യാത്ര പോകുന്നില്ല. ഇനി പോകുന്നെങ്കിൽ നമ്മുടെ പരമ്പരാഗത പാതയിലുള്ള യാത്ര പോകണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അവരുടെ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ അന്ന് 2008 യാത്ര ചെയ്ത ഒരാൾ പറഞ്ഞു, ഇപ്പോൾ യാത്രയ്ക്ക് വിളിച്ചിട്ടുണ്ട്, സൈറ്റിൽ കയറി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഇത് ഇപ്പോൾ യാത്രയില്ല കേട്ടോ. ഇപ്പോൾ കൈലാസ് മാനസരോവർ യാത്ര നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ചൈനയുമായിട്ടുള്ള ചില അതിർത്തി തർക്കങ്ങളൊക്കെ ആയിട്ടാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇനി പോകാൻ യാത്ര തുടങ്ങുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. 1000കണക്കിന് പേര് അപ്ലൈ ചെയ്യുന്നതാണ്. ഒരു വർഷം 16 ബാച്ചിനെയാണ് അന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 18 ബാച്ച് വരെ അവസാനം പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അങ്ങനെ അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 5000 രൂപ നമുക്ക് അടയ്ക്കാൻ പറയും. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആദ്യത്തെ 3 പ്രാവശ്യവും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വന്നത്. പിന്നീടാണ് കൺഫേം ആവുന്നത്. അങ്ങനെ 2010 ഞാൻ യോഗയുടെ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നു. 1978 തൊട്ട് ഞാൻ യോഗ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് സർട്ടിഫിക്കറ്റ് പലരും സ്കൂളുകളിലൊക്കെ ചെന്നപ്പോൾ ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ കോഴ്സ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എസ് വ്യാസ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് പറയുന്നത് കൺഫർമേഷൻ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതാകട്ടെ അവസാന ബാച്ച്, സെപ്റ്റംബറിലെ അവസാന ബാച്ചിലാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. മാറ്റാനൊന്നും പറ്റില്ല. അവസാന ബാച്ചുകളും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് യാത്ര. കഠിനമാണ്, ക്ലിഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും യാത്രയ്ക്കായി ഒരുങ്ങി പുറപ്പെട്ടു. ഇത്രയൊക്കെ ഹിമാലയത്തിലും ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തതിൽ ഞാൻ ഇന്ന് ഹിന്ദിക്ക് ഫ്ലുവൻ്റ് അല്ല. എന്തായാലും ഭാഗ്യവശാൽ അവിടെ ചെന്നപ്പോൾ ഒരു മലയാളിയായ കൃഷ്ണകുമാർ, റെയിൽവേ ജോലി ചെയ്യുന്ന ആളാണ്, തൃശ്ശൂർക്കാരൻ അവിടെ ഉണ്ട്. സന്തോഷമായി. അവിടുന്ന് ആദ്യത്തെ തന്നെ നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെഡിക്കൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പോകും മുമ്പ് നമ്മളൊരു ഇൻഡെമിനിറ്റി ബോണ്ട് കൊടുത്തിട്ടാണ് പോണത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ സംസ്കരിക്കാനുള്ള അനുവാദം നമ്മുടെ മജിസ്ട്രേറ്റിനെ കൊണ്ട് അത് കൗണ്ടർസം ചെയ്ത് അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു യാത്രയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 2008 ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ ഭീതിയായിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, ഇത്തരം യാത്രകളെ പറ്റിയിട്ടൊക്കെ നമ്മുടെ സാധാരണക്കാർക്ക് എന്താണ് ഇതുള്ളത്. അമ്മയോട് പലരും പറഞ്ഞു ഇവൻ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല, സന്യാസിയായി പോകും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ചു. അപ്പോൾ അമ്മയുടെ ഒരു ഭീതിയുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ അതിൻ്റെ മുകളിലിരിക്കുന്നവർക്കും ഞാൻ പോകരുതെന്നുണ്ടായിരുന്നിരിക്കണം. എന്തായാലും ഇവരുടെയൊക്കെ മനസ്സായിരിക്കും അന്ന് യാത്ര തടസ്സപ്പെട്ടത്. 2010 ഞാൻ ഇവരുടെയൊക്കെ മനസ്സ് മാറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സ്ട്രിക്റ്റ് മെഡിക്കലാണ്. ദില്ലി ഹാർട്ട് ആൻഡ് ലങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി മെഡിക്കൽ നടത്തും, എല്ലാ ടെസ്റ്റുകളും നടത്തും, ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാം നടത്തും. ആ ടെസ്റ്റിൽ വിജയിച്ചാൽ പിറ്റേ ദിവസം ITBPയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും അവർ പരിശോധന നടത്തും. കാരണം ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ് യാത്രയുടെ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവിടെയും ഫിറ്റായാൽ മാത്രമേ പിന്നീട് നമുക്ക് യാത്രാനുമതി ലഭിക്കുകയുള്ളൂ. പിറ്റേ ദിവസം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ കൊണ്ടുപോയി അവരതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി, ഗ്രൂപ്പ് വിസയൊക്കെ തയ്യാറാക്കി അതിൻ്റെ പിറ്റേ ദിവസം യാത്രയാണ്. അപ്പോൾ ഒരു 60 പേരാണ് ഒരു ബാച്ചിലുള്ളത്. 45 പേരെ ഫിറ്റായില്ലെങ്കിൽ 45 പേരുമായിട്ട് യാത്ര തുടരുകയാണ്. പിന്നെ ഒരാളെ പോലെ എടുക്കുകയോ പുറത്ത് കളയുകയോ ചെയ്യില്ല. അങ്ങനെ യാത്ര തുടങ്ങി 2 ദിവസം. ആദ്യത്തെ ദിവസം യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ചെറിയ വണ്ടികളെ പോകുള്ളൂ. അവിടുന്ന് വീണ്ടും ചെറിയ വണ്ടികളിൽ യാത്ര ചെയ്ത് ധാർച്ചുല എന്ന സ്ഥലത്തെത്തും. അതിനിടയ്ക്ക് ഒരു ഹാൾട്ടുണ്ട്. ആ അൽമോറ എന്നൊരു സ്ഥലത്ത്, അൽമോറയിൽ നമുക്കറിയാം, അൽമോറയിലെ വിവേകാനന്ദൻ്റെ പ്രസംഗമൊക്കെ പ്രസിദ്ധമാണ്. അങ്ങനെ അൽമോറ കഴിഞ്ഞിട്ട് ധാർച്ചുലയിലെത്തിയാൽ, ധാർച്ചുല നേപ്പാളും ഭാരതവും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. കാളി നദി അങ്ങനെ കുതിച്ചൊഴുകുകയാണ്. പക്ഷെ നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര വേഗതയിൽ ഇരമ്പത്തോടെ ഒഴുകുന്ന ആ നദിയിൽ
കുറിയൊരു പാലമുണ്ട്. അത് കടന്ന് അക്കരയ്ക്ക് കടന്നാൽ നേപ്പാളിലേക്ക് എത്താം. ധാർചുലയിൽ നമ്മുടെ ഈ താമസം മറ്റും ഒരുക്കുന്നത്, ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരുക്കുന്നത് KMVN ആണ്, കുമയൂൺ മണ്ഡൽ വികാസ് നിഗം എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനവർക്ക് 25,000 രൂപ കൊടുക്കണം. ടിബറ്റ് ചൈനയുടെ കസ്റ്റഡിയിലായതുകൊണ്ട് ടിബറ്റിലേക്ക് കടക്കാൻ ചൈനയ്ക്ക് അന്ന് $750 കൊടുക്കണമായിരുന്നു. ഞാൻ അവസാനം പോകുമ്പോൾ $900 ഓരോ പ്രാവശ്യം 750-800 അങ്ങനെ കൂടിയിട്ടുണ്ട്. ചൈനയിലെ ആവശ്യങ്ങൾക്ക് ഒരു $600 കയ്യിൽ കരുതണം. അവിടെ ചെന്നത് ചൈനീസ് മണിയാക്കി, യുവാനാക്കി മാറ്റണം. ആദ്യം ഞാൻ പോകുമ്പോൾ KMVN 25,000 രൂപ കൊടുക്കണമായിരുന്നു, ഭാരതത്തിലെ താമസവും ഭക്ഷണവും ഒക്കെ തരുന്നതിന് വേണ്ടി. അങ്ങനെ ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു യാത്രയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ധാർചുലയിൽ നിന്ന് അതിലും ചെറിയ വാഹനത്തിൽ മങ്തി വരെ പോകാം. പിന്നീട് നടക്കുകയാണ് ചെയ്യുന്നത്. 13 ദിവസം നടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പോർട്രേ എടുക്കാതാണ് പോയത്. ആദ്യത്തെ ദിവസം മങ്തിയിലെത്തും മുമ്പ് ഞാൻ ലാൻഡ് സ്ലൈഡിൽ വീണു. എൻ്റെ കൈക്ക് പൊട്ടലുണ്ടായി. അതും വലത് കൈയാണ്. ഇപ്പോഴത്തേക്കറിയാം, 1 മാസം ഒരു മരുന്നും ചെയ്യാതെ തിരിച്ചു വന്നതുകൊണ്ട് ഈ എല്ലാം അങ്ങനെ ഇരുന്ന് ഉറച്ചുപോയി. അപ്പോൾ ഈ ഒടിഞ്ഞ കൈയും കൊണ്ടാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും യാത്ര പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ബാഗിൻ്റെ സിബൊന്നും ഇടാൻ പോലും വയ്യാത്തത്ര വിഷമമുണ്ട്. ഇവിടെ പറഞ്ഞ ഞാൻ മരുന്നുകൾ കഴിക്കാറില്ല. വർഷങ്ങളായിട്ട് ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കുന്നത്. മറ്റൊരു അപകടത്തിൽ എൻ്റെ 5th മെറ്റാകാർപ്പൽ ഒടിഞ്ഞിട്ടുണ്ട്, തോളലിടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനൊന്നും മരുന്ന് കഴിച്ചിട്ടില്ല. ഇതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ അതൊക്കെ. കാരണം മരുന്നുകൾക്ക് നമ്മൾ ഒന്നും ചെയ്യാനില്ല. ആ വണ്ടിയിൽ നിന്ന് വീണായതുകൊണ്ട് മുട്ടിനൊക്കെ പരിക്കുള്ളത് കൊണ്ട് എന്നെ പനമല ആശുപത്രി കൊണ്ടുവന്നു. അവർ ചോദിച്ചു വേദനയ്ക്ക് ഇഞ്ചക്ഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേദനയില്ല. വേദനയുണ്ട്, എനിക്ക് നല്ല വേദനയുണ്ട്. ഇത് ഓപ്പറേഷൻ നടത്തുന്നത്. ഞാൻ ഓപ്പറേഷൻ വേണ്ട, നിങ്ങളിങ്ങനെ അവരെന്തോ ഇങ്ങനെ ചുറ്റി വിട്ടു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അശോകൻ വിളിക്കുന്നത് മാലക്കരയിൽ നിന്ന്. സാറേ ഇനി വന്നേ, വരുമ്പോൾ ഒരു പഴയ മുണ്ടൂട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതിങ്ങനെ ബോൾ പോലെ ഉരുട്ടി എൻ്റെ കക്ഷത്തിൽ വെച്ച് പിടിച്ചു കെട്ടി. ഒരു 3 മാസക്കാലം വേണമെന്നാണ് പറഞ്ഞത്. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വാഹനം ഓടിച്ചു തുടങ്ങി. എന്നെ പറഞ്ഞു സാറിന് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ 3-ാമത്തെ ദിവസം ഉപവാസവുമായി നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്രയും ഗാംഭീര്യമായ സ്വരത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു നിശ്ചയമുണ്ട്. അപ്പം അങ്ങനെ ഈ വീഴ്ചയോട് കൂടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അന്ന് പറഞ്ഞിരുന്നില്ല, തിരുവനന്തപുരത്തുകാരനാണ്, മേജറാണ്. അദ്ദേഹം നിർബന്ധമായി എന്നോട് പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ ഒരു പോർട്രേ എടുക്കണം, കാരണം ബാഗൊന്നും തൂക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് ആ യാത്ര തുടർന്നു. ഈ വഴിയെന്നൊക്കെ പറഞ്ഞാൽ കാലിയുടെ തീരത്തു കൂടി ഒരു 1.5 അടി വീതിയുള്ള വഴിയാണ്. ഒരു ഭാഗത്ത് ഇരമ്പിയാർത്തുന്ന കാലി നദിയാണെങ്കിൽ മറുഭാഗത്ത് എപ്പോഴും ഇടിഞ്ഞു വീഴാവുന്ന പർവ്വതങ്ങളാണ്. കാലൊന്നു തെറ്റിയാൽ കാലിയിൽ പതിച്ചാൽ പൊടി പോലും അവശേഷിക്കില്ല. കാരണം അത്ര ഭീകരമാണ്. വലിയ പാറക്കല്ലുകളിൽ തട്ടി ഒഴുകുന്ന ആ നദിയിലേക്ക് വീണുപോയാൽ പിന്നെ രക്ഷയില്ല, ഒന്നും തിരിച്ചെടുക്കാനുണ്ടാവില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് നടന്ന് മങ്തിയിൽ നിന്ന് ഗാലയിലേക്കുള്ള യാത്രയൊക്കെ എന്ന് പറഞ്ഞാൽ നടന്നാലും തീരാത്ത വഴിയാണ്. ഇവിടെ ഇപ്പോൾ രാജേഷ് എന്നോടൊപ്പം യാത്ര ചെയ്തപ്പോൾ രാജേഷ് അറിയാം ഈ വഴി അവസാനിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? 14 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എത്ര കിലോമീറ്റർ കൊണ്ട് അളക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗാലയിൽ നിന്ന് ബുധിയിലേക്കുള്ള ഒരു റൂട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ മഹാദേവനെ കൂടെ നിന്ന് നടത്തിക്കുന്ന സ്ഥലമാണിത്. ഒറ്റ മന്ത്രമേ മനസ്സിലുള്ളൂ, ഓം നമഃ ശിവായ. അല്ലെങ്കിൽ തമ്പകം വിജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഈ മന്ത്രമല്ലാതെ ഒന്നിനും അവിടെ രക്ഷിക്കാനാവില്ല. കാരണം അത്രമാത്രം കുതിരയുണ്ട്. കുതിരപ്പുറത്താണ് സാധനങ്ങൾ കൊണ്ടുപോവുക. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ചാണകമൊക്കെ വീണ് മുകളിൽ നിന്ന് വീഴുന്ന വെള്ളവും വീണെന്ന് ആകപ്പാടെ തെന്നിത്തെറിച്ച് കിടക്കുന്ന വഴിയാണ്. കൂടെ ആരുണ്ടെങ്കിലും ശ്രദ്ധിക്കാനാവില്ല. ഭാര്യയോ മക്കളോ ഒക്കെ കൊണ്ടുപോകാം, പക്ഷേ സ്വന്തം തടി രക്ഷിക്കുക എന്നുള്ളതാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് താഴേക്കിറങ്ങുന്ന 4444 പടികൾ താഴെ ഇറങ്ങി വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ എത്തുന്നത് ബുധി എന്ന് പറഞ്ഞ ക്യാമ്പിലാണ്. ഇത്രയും നേരം നടന്നതിൻ്റെ സകല കഷ്ടതകളും മറന്ന് മനസ്സിലേക്ക് ആനന്ദം തുളുമ്പി വരുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ബുധി ക്യാമ്പിൽ പോകണം. കാരണം മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞ ബുധി, അങ്ങ് അകലെ ഉയർന്നു നിൽക്കുന്ന മാമലകളിൽ ഒഴുകിയിറങ്ങുന്ന നദികൾ അങ്ങനെ സ്റ്റില്ലായിട്ട് നിൽപ്പുണ്ട്.
ഐസായി നിൽപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ തണുപ്പ്. ഞങ്ങളിതുവരെ ഒരു യാത്രയിൽ മാത്രമാണ് ഈ സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാതെ ഞങ്ങൾ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ബുധിയിൽ നിന്ന് ഗുഞ്ചിയിലേക്കാണ് യാത്ര. ഗുഞ്ചി ശരിക്കും ഒരു ടേണിംഗ് പോയിന്റാണ്. മറ്റൊരു കൈലാസം, പഞ്ചകൈലാസങ്ങളിലൊന്നായ മറ്റൊരു കൈലാസത്തിലേക്ക് പോകാനുള്ള വഴി കൂടിയാണ്. സമയമുണ്ടെങ്കിൽ ഞാനത് പറയാം. അപ്പോൾ ആ ഗുഞ്ചിയിലാണ് താമസിക്കുക. ആ ഗുഞ്ചിയിൽ ഒന്ന് നിർത്തി അക്ലമറ്റൈസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത്. കാരണം ഈ മലച്ചൊരുക്ക് എന്നൊരു ഏർപ്പാടുണ്ട്. മലകളിലേക്ക് കയറി പോകുമ്പോൾ കടലിൽ പോകുന്ന പറയാം, കടൽ ചുരുക്കുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടാകും പലർക്കും. അതുകൊണ്ട് അവിടെ നിന്ന് അക്ലമറ്റൈസ് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക. മാത്രമല്ല, മൂന്നാമത് ഒരു മെഡിക്കൽ കൂടി ITBP നടത്തും. ഈ ITBPക്കാരെ സമ്മതിക്കണം കേട്ടോ. നമുക്ക് ITBPയുടെ ഒരു സെൻറ്റർ നൂറനാട് വന്നപ്പോൾ ഇവിടുത്തെ പലരും പറഞ്ഞത് അവരിറങ്ങി പെണ്ണുങ്ങളെ പിടിക്കുമെന്നൊക്കെയാണ്. പട്ടാളത്തെ പറ്റിയിട്ട്, നമ്മുടെ സേനാഭാഗങ്ങളെ പറ്റിയിട്ടൊക്കെ മലയാളികൾ എത്ര അജ്ഞരാണെന്ന് നമ്മൾ ഓർക്കണം. ഈ യാത്രയിലൊക്കെ ഈ കൊടും ഭീകരമായ കാലാവസ്ഥയിൽ നമ്മൾക്ക് കാവൽ നിൽക്കുന്നവരെ കാണുമ്പോൾ അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാനാണ് തോന്നുന്നത്. കാരണം നേപ്പാളിൽ നിന്നൊക്കെ കയറ് കെട്ടി ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നത്. അവിടെ പട്ടിണിയാണ്. അവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ പട്ടാളം ഉടനീളം ഇന്ത്യൻ അതിർത്തി വരെ കാത്തുരക്ഷിക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. അങ്ങനെ ഗുഞ്ചിയിലെത്തിയാൽ ഗുഞ്ചിയിലെ മെഡിക്കൽ യാത്രികരുടെ ഒരു പേടിസ്വപ്നമാണ്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം BP കൂടുക എന്നുള്ളതാണ്. ഉയരത്തിലേക്ക് പോകുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറയും. പൾമിനറി എഡിമ പോലെ പ്രശ്നങ്ങൾ വരാം, ഉറക്കമില്ലാതെ വരാം, ബുദ്ധിക്ക് കുഴപ്പം വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ തലേദിവസം എവിടെയാണോ ഉറങ്ങിയത് അവിടേക്ക് കൊണ്ടുവരിക മാത്രമാണ് മാർഗം. അങ്ങനെ അവിടുത്തെ മെഡിക്കലും പാസ്സായി പിന്നീട് നമ്മൾ പോകുന്നത് ഇന്ത്യൻ അതിർത്തി തരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് കാലാപ്പാനി എന്ന് പറയുന്നൊരു കേന്ദ്രത്തിലേക്കാണ്. അവിടെ സൈനികരുടെ വലിയ പോസ്റ്റ് ഉണ്ട്. അവിടെ എന്താ പറയുക, ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപ്പാഡുകളൊക്കെ ഉണ്ട്. അവിടെയാണ് കാളി നദി ഉത്ഭവിക്കുന്നത്. അവിടെ ചെറിയൊരു തുരങ്കത്തിൽ നിന്നാണ്. അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. സൈന്യം അവിടെ ഒരു ക്ഷേത്രമൊക്കെ പണിത് അവിടെ വെച്ച് ഭജനയൊക്കെ നടത്തി അവിടെ ബെഡാഖാനയൊക്കെ തന്നിട്ടാണ് വിടുന്നത്. ഈ യാത്രയിൽ അതുപോലെ മൃത്തി പോകുന്ന വഴിക്കുള്ള മൃത്തിയിലൊക്കെ ITBP വന്ന് രാജകീയമായി സ്വീകരിച്ച് കൊണ്ടുപോയി വിഭവസമൃദ്ധമായ സദ്യയൊക്കെ തന്നാണ് വിടുന്നത്. ആ ഭക്ഷണത്തിൽ ഒരിടത്തും അങ്ങോട്ട് പോകുമ്പോൾ അവർ ഉള്ളി തരില്ല. വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഉള്ളി വ്രതമെടുക്കുന്നവർ കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ പണ്ടിവിടെ ബ്രാഹ്മണർ കഴിക്കില്ലായിരുന്നു. ഇപ്പോഴും ഉത്തരേന്ത്യയിൽ പോയാൽ ഉള്ളി ചേർക്കാത്ത ഭക്ഷണം പ്രത്യേകമായുള്ള കടകൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യൻ അതിർത്തി കടക്ക് മുമ്പ് കാലാപ്പാനി കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നബിസാങ് എന്നൊരു സ്ഥലത്തേക്കാണ്. നബിസാങ് യാത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര നടന്നാലും തീരാത്ത വഴി, കുത്തനെയുള്ള കയറ്റം, ഇറക്കങ്ങൾ നമുക്കൊരു മനുഷ്യ ശരീരത്തിൽ സഹിക്കാവുന്നതിനപ്പുറമാണ്. പക്ഷേ കൈലാസത്തിലേക്ക് എത്തിച്ചേരണമെന്ന തീവ്രമായ ആഗ്രഹം കൊണ്ട് തീവ്രമായി എന്താഗ്രഹിച്ചാലും അത് നടത്തി തരുവാൻ പ്രകൃതിയിൽ ചില പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പൗലോ കൊയ്ലോ ഒക്കെ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നബിസാങ്ങിൽ എത്തുമ്പോഴാണ് അതിമനോഹരമായ മറ്റൊരു കാഴ്ച കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പൗരാണികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു നീലമലയില വെളുത്ത വജ്രപ്പൊടി കൊണ്ട് എഴുതും പോലെ തെളിഞ്ഞു വരുന്ന ഓംകാരം. എപ്പോഴും അത് കാണണമെന്നില്ല. ഓം പർവ്വത ദർശനം നബിസാങ്ങിലാണ് കാണുക. രാവിലെ ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയല്ല, ഒരു 5:30 ആകുമ്പോൾ ചിലപ്പോൾ തെളിഞ്ഞു വരും. ഒരു 11 മണി വരെയൊക്കെ കാണാൻ സാധിക്കും. ചിലപ്പോൾ എപ്പോഴെങ്കിലും അത് ഇങ്ങനെ ഒരു മൂടുപടം അണിയും പോലെ, അതായത് തിരശ്ശീല മാറ്റും പോലെ അത് മറഞ്ഞു പോവുകയും ചെയ്യും. ആ കാഴ്ചയൊക്കെ കണ്ട് അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഇന്ത്യൻ അതിർത്തി കടക്കാൻ വേണ്ടി ഇന്ത്യൻ സമയം 1:30 മണിക്കാണ് അങ്ങോട്ട് കടക്കുക. ടോർച്ചുമൊക്കെ പിടിച്ച് ഒരു വസ്ത്രങ്ങളുടെ ഒരു കൂമ്പാരം എന്ന് പറയാം. കയ്യിൽ ഗ്ലൗസ്, അത് 2 ഇത് വേണം. കമ്പിളി സോക്സും അല്ലാത്ത ഗ്ലൗസും വേണം. കാലിൽ 2 പെയർ സോക്സ്, പിന്നെ ഇന്നർ, അതിൻ്റെ മുകളിൽ ജീൻസ്, അതിൻ്റെ മുകളിൽ ഗരം പാൻറ്, മഴയുണ്ടെങ്കിൽ അതിന് സഹിക്കാനുള്ള റെയിൻകോട്ട്, ഇവിടെ എല്ലാം മൂടിക്കെട്ടി കണ്ണ് UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്, രാത്രിയിൽ അത് വേണ്ടെങ്കിലും നേരം വെളുക്കുമ്പോൾ അത് വേണം, ചെവി മൂടിയിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ വസ്ത്രങ്ങൾ തന്നെ ഒരു 5-8 കിലോ വസ്ത്രങ്ങൾ ഉണ്ടാവും. ഇതുമായിട്ട് നടന്നു തുടങ്ങുമ്പോഴാണ് പല ചെറിയ നദികളിൽ അവിടെ കിടക്കേണ്ടി വരിക. ഷൂവിലൊക്കെ വെള്ളം ഇറങ്ങിയാൽ അത് പാണിയായി, അഷ്ടിച്ച് വെളിച്ചമേ ഉള്ളൂ. അവിടെ ചെന്ന് ലിപു ചുരം കടന്നാണ് അങ്ങോട്ട് പോകുന്നത്. ലിപു നമ്മുടെ പഴയ സിൽക്ക് റൂട്ടാണെന്നാണ്. പണ്ട് ചൈനയിൽ നിന്ന് സിൽക്ക് അന്വേഷിച്ച്, മേൽത്തരം പട്ടന്വേഷിച്ച് ഒരു തീപ്പെട്ടിക്കൂടിൽ ഒതുങ്ങും വിധം ഒരു സാരിയെ ഒതുക്കാൻ തക്ക
വൈദഗ്ധ്യം ഭാരതത്തിലേക്ക് ചൈനക്കാർ വന്ന റൂട്ടാണത്രേ. അങ്ങനെ അവിടെ കാത്തു നിൽക്കണം. കാരണം അങ്ങോട്ട് കിടന്ന ബാച്ചിനെ തിരിച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് മാത്രമേ നമ്മളെ അങ്ങോട്ട് ഇറക്കി വിടുകയുള്ളൂ. ചൈനയുടെ പട്ടാളക്കാർ അവിടെ നിൽപ്പുണ്ട്, നമ്മളവിടെ കാത്തു നിൽക്കുകയാണ്. മഞ്ഞങ്ങനെ ബാഗിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നിന്നാൽ പോരാ, ഈ ഗ്ലൗസിനുള്ളിൽ കൈവിരലുകൾ അനക്കിക്കൊണ്ടിരിക്കണം. കാല് അതിനുള്ളിൽ ചാടുകയോ തുള്ളുകയോ ഒക്കെ ചെയ്ത് ശരീരത്തെ ചൂടാക്കിക്കൊണ്ടിരിക്കണം, അല്ലെ ഫ്രീസായി പോകും. ഞാൻ ഈ 2010 പോയതുപോലെ യാത്ര പിന്നീട് പോയിട്ടില്ല. കാരണം അത് അവസാന ബാച്ചായിരുന്നു. പിന്നീടുള്ള യാത്രയിലൊക്കെ എല്ലാ സമയത്ത് പോയതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തായാലും ആദ്യത്തെ ഒരു യാത്ര ശരിക്കും പരീക്ഷണമായിരുന്നു. അങ്ങനെ ലിബു ചുരം കടന്ന് താഴേക്ക് ഇറങ്ങും മുമ്പ് അവരെല്ലാം കയറ്റി വിട്ടിട്ട് അവിടെ ഒരു പാസ്പോർട്ട് പരിശോധനയുണ്ട്. അതാണ് അസഹനീയം. എല്ലാ സാധനങ്ങളും ശരീരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കണം, കാരണം എപ്പോഴാണ് നഷ്ടപ്പെടുന്ന അറിഞ്ഞുകൂടാ. കയ്യിലെ വടിയിൽ ബലം കൊടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഈ തൂക്കിയിട്ടിരിക്കുന്ന ആ പൗച്ചൊന്ന് തുറന്ന് ഈ പാസ്പോർട്ട് എടുത്ത് ഇവരെ ഒന്ന് കാണിക്കണം. എൻ്റെ സകല പണിയും ഞാൻ പയറ്റി നോക്കി, കൈയൊന്ന് വടങ്ങി വരണ്ടേ, കാരണം ഗ്ലൗസ് ഊരി കഴിയുമ്പോൾ ഫ്രീസായി പോകും. എന്നാലും ഒരു തരത്തിൽ ഈ കർമ്മമൊക്കെ നിർവഹിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ മഞ്ഞിലൂടെ തെന്നി ഒരൊറ്റ പോക്കാ പോയത്. അങ്ങനെ താഴെ എത്തിയാൽ അവിടെ ചൈനയുടെ വാഹനം കാത്തുനിൽപ്പുണ്ടാവും. ആ വാഹനത്തിൽ കയറ്റി അവിടുത്തെ തക്കലക്കോട്ട് എന്ന് പറയുന്ന നഗരത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ നഗരത്തിൻ്റെ ഒരു കഥയുണ്ട്. പുരാങ് എന്നായിരുന്നു ഈ പട്ടണത്തിൻ്റെ പേര്. 1700-കളിലാണെന്ന് തോന്നുന്നു കേൾ സൊറാവർ സിംഗ് എന്ന് പറയുന്ന കാശ്മീരി രാജാവിൻ്റെ സൈനികൻ അവിടെ പോവുകയും പുരാങ് പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തു. വളരെ കുറച്ച് സൈനികരുമായി പോയി അവരുടെ പട്ടാളക്കാരോട് ഏറ്റുമുട്ടി പട്ടണം നമ്മുടെ കൈവശപ്പെടുത്തി. കാരണം കൈലാസം കൂടി ഉൾപ്പെട്ട സ്ഥലമായതുകൊണ്ട് പിടിച്ചടക്കിയതാണ്. അങ്ങനെ പിടിച്ചടക്കിയിട്ട് അദ്ദേഹം വീണ്ടും ഭാരതത്തിൽ വന്നിട്ട് തിരിച്ചു പോകും വഴി അദ്ദേഹം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ കൊന്ന് ശവം കഷ്ണമാക്കി ഓരോ വീട്ടിലെത്തിച്ചു എന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പോഴും കേൾ സൊറാവർ സിംഗിന് ഒരു സ്മാരകമുണ്ട്. ഞങ്ങൾ അവിടെ പോവുകയും അതിന് മുമ്പിൽ നിന്ന് നമ്മുടെ ദേശീയഗാനം ആലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഇതൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ യാത്ര കൂടിയാണ്, ദേശീയോദ്ഗ്രഥനത്തിൻ്റെ യാത്ര കൂടിയാണ്. കാരണം ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോഴാണ് നമുക്ക് ഈ നാടിനെ പറ്റിയിട്ടുള്ള സ്നേഹം, അതിനെപ്പറ്റിയുള്ള ആരാധന അത്ര പവിത്രമാണെന്നൊക്കെ ചിന്ത ഉണ്ടാവുക. അങ്ങനെ അവിടെയും 2 ദിവസം താമസിപ്പിച്ച് അക്ലമറ്റൈസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഈ വാഹനത്തിലാണ് പോകുന്നത്. അങ്ങനെ വാഹനത്തിൽ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ മണലാരണ്യത്തിലൂടെയാണ് യാത്ര, അതിൽ പീഠഭൂമിയാണ്. ആ മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാട്ടുകഴുതകളെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദർശൻ എന്ന് പറയുന്ന ബേസ് ക്യാമ്പിലാണ് എത്തിച്ചേരുന്നത്. മിക്കവാറും കൈലാസ യാത്ര പോകുന്നവരൊക്കെ ദർശൻ വരെ പോകാറുള്ളൂ. ദർശനിൽ പോയാൽ കൈലാസം കാണാം. അതുകൊണ്ട് ദർശൻ എന്നുള്ള രീതിയിലായിരിക്കാം ദർശൻ എന്ന പേരുണ്ടാവുക. അവിടെയാണ് അങ്ങനെ ഭീമാകാരമായ കൈലാസലിംഗം പർവ്വതം, അതിൻ്റെ മുകൾ രൂപം കാണാൻ സാധിക്കുക. അവിടെയാണ് പടികളൊക്കെ കാണാൻ പറ്റും. എന്തായാലും അവിടെ നിന്നുകൊണ്ട് കൈലാസത്തെ കണ്ട് പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ ഭക്ഷണത്തിനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ KMEൻ്റെ ഭാരതത്തിലെ ഭക്ഷണശാലകളിൽ അവരുടെ താമസമൊക്കെ ഫൈബർ ഷെഡുകളിലാണ്. അവിടെയെല്ലാം അവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. അവരുടെ ഭക്ഷണം ഉത്തരേന്ത്യൻ ഭക്ഷണമാണ്, നമുക്കതൊന്നും അധിക രുചികരമല്ലെങ്കിലും നമ്മൾ കഴിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ ചൈനയിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 4-5 കുക്ക് കൊണ്ടുപോകും. അവരാണ് നമ്മുടെ ഗൈഡായിട്ട് പ്രവർത്തിക്കുക. പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങളെല്ലാം കൂടി 2000 രൂപ വീതം എടുത്ത് റേഷൻ ഒരു സാധനം അതും കൊണ്ടുപോകും. അതെല്ലാം എന്താ പറയുക, കാളയുടെ പുറത്ത് കെട്ടിവെച്ച് അതങ്ങനെ വിടും, ഗ്യാസ് ഊറ്റി ഉൾപ്പെടെയെല്ലാം. നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ കുതിര എടുക്കേണ്ടവർ കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടായിരിക്കും പോവുക. അപ്പോൾ എന്തായാലും ദർശനിൽ നിന്ന് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കവാടമുണ്ട്, യമദ്വാർ എന്നാണ് പറയുക. യമദ്വാർ കടന്നാൽ മോക്ഷം എന്നാണ് സങ്കല്പം. എന്തായാലും യമദ്വാരം കടന്ന് പിന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നടപ്പ് നമുക്ക് പല തരത്തിലുള്ള അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തായാലും അവിടുന്ന് ആദ്യത്തെ ക്യാമ്പിലെത്തിയാൽ ആ ക്യാമ്പിലാണ് ഏറ്റവും അടുത്തായിട്ട് നമ്മൾ കൈലാസത്തെ കാണുന്നത്. വടക്ക് വശത്തൂടെയാണ് കൈലാസത്തെ ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കുന്നതുകൊണ്ട് ആ ക്യാമ്പിൽ ഞങ്ങൾ താമസിച്ചു.
അവിടെ വരെയാണ് നമ്മൾ യാത്രാ ഷെഡ്യൂളിലുള്ള ആദ്യത്തെ യാത്ര അത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ കൈലാസത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോകാം. നടന്നു പോകുമ്പോൾ ഈ വടക്കുന്നാഥൻ എന്ന് തൃശ്ശൂർ പറയുന്നില്ലേ, വടക്കുന്നാഥൻ എന്ന് പറയുന്നത് വടക്ക് വശത്തൂടെ കാണുന്നതുകൊണ്ടാണ് ഭഗവാൻ വടക്കുന്നാഥൻ എന്ന് പേരുണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും അവിടുന്ന് ജാംബിയാങ് എന്ന പർവ്വതം 2000 അടി ഉയരത്തിലേക്ക് കയറിപ്പോയാൽ കുറച്ചും കൂടി അടുത്ത് കൈലാസത്തെ കാണാമെന്നുള്ളത് കൊണ്ട് അവിടേക്ക് ഞാൻ ചെന്ന സമയത്ത് ഞാൻ കടന്നുപോയി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയി. പക്ഷെ അവരവിടെ എത്തുന്നതിനും ഭയങ്കരമായിട്ട് ഇടിയും മഴയൊക്കെ ഉണ്ടായി. കൈലാസത്തിലെ കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷവും മഴ പെയ്യാം, നോക്കി നിൽക്കുമ്പോൾ ഹിമപാതം ഉണ്ടാകാം. അതികഠിനമായ കാലാവസ്ഥയാണ്. അവർ പോയിട്ട് വന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെയൊക്കെ പോയി, പക്ഷേ മുകളിൽ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. മുകളിലേക്ക് കയറുന്നു. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മുകളിൽ കൈലാസത്തിൻ്റെ മുകളിലറ്റം കാണാം. എന്നാൽ മുകളിലേക്ക് കയറിയാൽ പിന്നെ ക്യാമ്പും കാണില്ല, കൈലാസവും കാണില്ല. വഴിതെറ്റാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ്. നിരവധി നദികൾ, ഗംഗ പോലുള്ള നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലമാണ് കൈലാസം. അതിൻ്റെ ഇരമ്പം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒറ്റയ്ക്ക് മുകളിലേക്ക് നടന്ന് കയറി അവിടെ ഒരു ശൂലമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വരെ പോകാൻ പാടുള്ളൂ എന്നാണ്. ഗ്ലേഷ്യറിലേക്ക് പിന്നെ അങ്ങോട്ട് കടക്കാൻ പാടില്ല. ഒരു 75 അടി അകലെ കാണാമെന്ന് തോന്നും വിധം നമ്മുടെ തോന്നലാണ്. അവിടെ പോയി കൈലാസത്ത് അവിടെ ഇരുന്ന് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഞാൻ തിരികെ ഇറങ്ങി വരുമ്പോഴേക്കും രാത്രിയായിരുന്നു. ക്യാമ്പിൽ വലിയ ഭയമായി പോയി. കാരണം തിരിച്ചിങ്ങോട്ട് വഴിതെറ്റാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അങ്ങനെ എന്തായാലും തിരികെ ക്യാമ്പിലെത്തി. അതിൻ്റെ അടുത്ത ദിവസമാണ് സോങ്ജർബു എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് പോവുക. സോങ്ജർബു ക്യാമ്പിലേക്ക് പോകുമ്പോൾ അതാണ് അതിലെ ഏറ്റവും ദുരിതമായ വഴി. അവിടെയാണ് ഗൗരികുണ്ട് എന്ന് പറയുന്ന പർവ്വതമുള്ളത്, ഗൗരികുണ്ട് എന്ന് പറയുന്ന തടാകമുള്ളത്. പക്ഷേ ആ മലയുടെ ഏറ്റവും മുകളിൽ ചെന്നെങ്കിൽ മാത്രമേ ഗൗരികുണ്ട് കാണാൻ പറ്റുള്ളൂ. അവിടുന്ന് താഴോട്ട് അതികുത്തനെയുള്ള ഇറക്കവുമാണ്. അപ്പം ഞാൻ എടുത്തിരുന്ന പോർട്ടർ ഇന്ത്യയിലെ ശങ്കർ എന്ന് പറയുന്ന പോർട്ടറായിരുന്നെങ്കിൽ അവിടെ ഒരു സ്ത്രീയാണ് എൻ്റെ പോർട്ടറായിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ കൈക്കരുത്ത് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. ഈ പിടങ്ങുമ്പോൾ അവരെൻ്റെ കയ്യിൽ ശക്തമായി ബലമായി പിടിച്ചിരുന്നു. കാരണം ഏത് നിമിഷവും തെറ്റിപ്പോവാം. അങ്ങനെ സോങ്ജർബു ക്യാമ്പിലെത്തി. അവിടെ സോങ്ജർബു ക്യാമ്പിലൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയം തോന്നുന്ന യാത്രയാണിതൊക്കെ. കാരണം എത്താൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. അവിടുന്ന് പിറ്റേ ദിവസം വീണ്ടും നടന്നാണ് ദർശൻ എന്ന് പറഞ്ഞ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്നത്. അതായത് 3 ദിവസം കൈലാസ പ്രദക്ഷിണത്തിന് വേണ്ടി വരും. 5 ദിവസം അങ്ങോട്ട് നടക്കാനുണ്ട്, അതേ വഴിയിലൂടെ 5 ദിവസം ഇങ്ങോട്ട് നടക്കാനുണ്ട്. 13 ദിവസം തുടർച്ചയായി നടക്കുകയാണ് ഈ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അറിഞ്ഞത് ഇപ്പോൾ പല വഴികളിലും വാഹനങ്ങളൊക്കെ ഓടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി എന്നും ഇപ്പം പരിക്രമ ഒഴിച്ച് കൈലാസത്തെ പ്രദർശനം ചെയ്യുന്ന പരിക്രമ ഈ നടക്കാനിടയായി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ യാത്രയിലാണ് ഞാൻ കേരളത്തിലുള്ളവർക്ക് അറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഞാൻ കേരളീയനായതുകൊണ്ട് എനിക്കറിയാൻ വയ്യാതെ പോയ പല കാര്യങ്ങളെപ്പറ്റി അറിയുവാനിടയായത്. 5 കൈലാസങ്ങളുണ്ട്. ഈ കൈലാസ മാനസരസ് കൂടാതെ 4 കൈലാസങ്ങൾ കൂടിയുണ്ട് എന്ന് അറിയുന്നത്. മാനസരസിൻ്റെ തീരത്ത് ഇരുന്നു കൊണ്ട് ചിലപ്പോൾ കൈലാസം കാണാൻ പറ്റും, അപൂർവമായിട്ട് കാണാൻ പറ്റുക കാലാവസ്ഥ നല്ലതാണെങ്കിൽ. മാനസരസിൻ്റെ തീരത്ത് ഞങ്ങൾ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. 3 ദിവസം ആ മാനസരസിൽ മുങ്ങിക്കുളിക്കുവാനിടയായി. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മാനസരസ് എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മാനസരസിൽ നിന്നാണ് സരയൂ നദി ഒഴുകി വരുന്നതെന്ന് പറയുന്നത്. അത്ഭുതകരമായ കാഴ്ചകളാണ് മാനസരസിൻ്റെ തീരത്തിരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടത്. രാത്രി മുഴുവൻ കണ്ണ് വെക്കാതെ അവിടെ ഞങ്ങൾ കാഴ്ച കണ്ടിരുന്നു. അന്ന് വണ്ടിക്കുള്ളിൽ രജായിയൊക്കെ പതിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ ഷെഡൊക്കെ സൗകര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനം പോകുമ്പോൾ ആകാശത്തു നിന്നും നക്ഷത്രക്കൂട്ടങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച. അത് വളരെ അകലെയായിരിക്കാം, ചിലപ്പോൾ 4-5 എണ്ണം, ചിലപ്പോൾ വളരെ അടുത്തായിരിക്കാം. ദേവതകൾ കുളിക്കാൻ വരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. അതിൻ്റെ ഫോട്ടോയൊന്നും എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് പറ്റിയിട്ടില്ല. അതൊക്കെ നൈറ്റ് വിഷനുള്ള ക്യാമറയൊക്കെ വേണം. എന്തായാലും എന്തൊക്കെയോ മഹാത്ഭുതങ്ങളുടെ ലോകമാണ് കൈലാസവും അതേപോലെ മാനസരസും ഒക്കെ എന്ന് ബോധ്യപ്പെടുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നല്ലോ, എൻ്റെ അപൂപം പറഞ്ഞതെന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു അത്ഭുതം കൂടി ഞാൻ പറയാം. അവിടെ രാക്ഷസ്ഥാൾ എന്ന് പറയുന്നൊരു തടാകമുണ്ട്. വലിയ തടാകമാണ്. രാവണഹൃദം എന്നാണ് അതറിയപ്പെടുന്നത്. കൊണ്ടതായതുകൊണ്ടാണ് രാവണഹൃദം എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഇടതുവശത്ത് ഈ രാക്ഷസ്ഥാളും വലതുവശത്ത് ഈ മാനസരസും കാണാം. അവിടെ ഇറങ്ങി കൈലാസവും കാണുമ്പോൾ അവിടെ തന്നെ റോഡിൽ തന്നെ നമ്മൾ നമസ്കരിക്കാറുണ്ട്. ഈ രാവണൻ
കൈലാസത്തെ ലങ്കയിലേക്ക് കൊണ്ടുപോകാൻ കയറ് കെട്ടി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ വിയർപ്പിൽ നിന്നുണ്ടായതായതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പാടില്ല എന്നൊരു നിർദ്ദേശമുണ്ട് ഞങ്ങൾക്ക്. ആ വെള്ളത്തിൽ ഞങ്ങൾ അടുത്ത് പോയിട്ടുണ്ട്. മീനുകളോ മറ്റു ജലപക്ഷികളോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ജലസസ്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ തൊട്ടിപ്പുറത്ത് മാനസ സരസിലാകട്ടെ അരയന്നങ്ങൾ പോലെയുള്ള ധാരാളം പക്ഷികൾ ഉണ്ട്. അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഇറങ്ങാൻ അനുവാദമുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ പൊങ്ങ് പോലെ ഇരിക്കും, നമ്മൾ ചവിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് താന്നു പോകും. അതുകൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് മാത്രം പറയുന്ന സമയത്ത് 11 മണി സമയത്ത് മാത്രമേ ഇവിടെ ഇറങ്ങാൻ അനുവാദമുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറങ്ങി മുങ്ങി കുളിക്കാം. കിട്ടിക്കിട്ട പറക്കുന്ന തണുപ്പാണ്. ഒരു 3 മുങ്ങൊക്കെ മുങ്ങി കഷ്ടിച്ച് കരയിലെത്തി വേഷം മാറിക്കോണം. അപ്പോഴേ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ മാനസരസിൻ്റെ തീരത്ത് കൂടി അങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കമ്പ്യൂട്ടറിന് സൃഷ്ടിക്കാനാവാത്ത വർണ്ണപ്രപഞ്ചം ആകാശത്തും അതിൻ്റെ പ്രതിഫലനം മാനസരോവറിലും തെളിഞ്ഞു വരുമ്പോൾ അതിലുള്ള കല്ലുകളൊക്കെ നവരത്നങ്ങളെ പോലെ തിളങ്ങുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഭംഗി, എന്താ അതിൻ്റെ ഒരു മനോഹാരിത, എങ്ങനെ പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് വെക്കാൻ പറ്റുക. ഒരിക്കൽ എൻ്റെ സുഹൃത്തിൻ്റെ ക്യാമറയിലെടുത്ത ഒരു ചിത്രത്തിൽ മാനസരത്തിലെ ഓളം ഓങ്കാര രൂപത്തിലാണ് കിട്ടിയത്. ആ കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ മൃത്യുഞ്ജയം ഒക്കെ ജപിച്ച് ഒരു ഹോമമൊക്കെ നടത്തിയിട്ട് അവിടെ അറിയാവുന്ന പണ്ഡിറ്റുകളൊക്കെ അങ്ങോട്ട് കൂടെ ഉണ്ടാവും. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, എനിക്ക് പരിചയമുള്ളവരാരുമില്ല. പക്ഷേ അറിയാവുന്നവരെല്ലാം കൂടെ കൂടി ആവുന്ന വിധത്തിൽ പൂജയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ തിരികെ മടങ്ങുന്നത്. അപ്പം അങ്ങനെ ഈ യാത്രക്കിടയിലാണ് 5 കൈലാസങ്ങളുള്ളതായിട്ട് അറിയുന്നതും മറ്റ് കൈലാസങ്ങളിൽ പോകണമെന്ന മോഹം ഉദിക്കുന്നതും. അങ്ങനെയാണ് 5 കൈലാസങ്ങളിലും മാത്രമല്ല 5 കൈലാസത്തിൽ 5 പ്രാവശ്യം പോകാനും ഇടയായത്. 12 പ്രാവശ്യം കൈലാസ് മാനസരോവർ യാത്ര പൂർത്തിയാക്കുന്ന ഒരാളിന് മാത്രമേ ഇതിൻ്റെ ഇന്നർ കോറയിൽ പരിക്രമം ചെയ്യാം. എനിക്കൊന്ന് അപ്പം മാത്രമേ ഇത് അക്രമറ്റീവ് ചെയ്തുള്ളൂ. ആദ്യമൊക്കെ ഞാൻ പോയിട്ട് വരുമ്പോൾ ചീറ്റിയാ മൂക്കിൽ നിന്ന് ചോര വരുമായിരുന്നു, ചെറിയ രക്തക്കൊള്ളുകളൊക്കെ പൊട്ടിയിട്ടുണ്ടാകാം. ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല, ഞാൻ കുറച്ചും കൂടി ആ ഹിമാലയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആദി കൈലാസ് എന്ന് പറയുന്ന കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. 2-3 യാത്ര കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു 2017 2015 ഞാൻ കൈലാസ് മാനസരോവർ അവസാനം പോയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആദി കൈലാസ് എന്ന് പറഞ്ഞാൽ ഇതേ യാത്രാ വഴിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുഞ്ചിയിൽ ചെന്നിട്ടാണ് പോകുന്നത്. ഗുഞ്ചിയിലെ പ്രഭാതം അതിമനോഹരം. തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുന്ന മലകൾ, പ്രഭാത സൂര്യൻ്റെ ആ കിരണങ്ങളേറ്റ് തീകത്ത് നിൽക്കുന്ന മലകൾ, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, എല്ലാം കൊണ്ടും മനോഹരമായ കാഴ്ചയാണ് ഗുഞ്ചിയിലുള്ളത്. അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ് ചെയ്യുന്നത്. നടന്ന് കുട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തി. അവിടെ ജോളിക്കോങ്ങിലെത്തി. ജോളിക്കോങ്ങിൽ നിന്നാണ് ഈ ആദി കൈലാസ് പോകുന്നത്. ശ്രീ പാർവതി ദേവി വസിച്ചിരുന്ന ഹിമാലയം ആയതുകൊണ്ടാണ്, മലയായതുകൊണ്ടാണ് അതിനെ ആദി കൈലാസ് എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അവിടെ 2 തടാകങ്ങളുണ്ട്, ഗൗരികുണ്ടും പാർവതികുണ്ടും. ഗൗരികുണ്ടിൽ ഞങ്ങൾ ഇറങ്ങി മുങ്ങിയെ കുളിച്ചു. കുറച്ച് പേരെ കുളിച്ചുള്ളൂ കേട്ടോ, കാരണം അസഹനീയമായ തണുപ്പാണ്. അതിന് തലേദിവസം ഞങ്ങൾ അവിടെ ചെന്ന്, ഞാനും ഹരിപ്പാടുള്ള ഒരാളുണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൈലാസത്തിൻ്റെ മുകളിലായിട്ട് ഒരു മുഖവും 2 കണ്ണുകളും തെളിഞ്ഞു വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും, ഹാലൂസിനേഷൻ ആയിരിക്കും. ഞാൻ അടുത്തിരുന്ന ആളിനെ വിളിച്ചു, വല്ലതും കാണുന്നുണ്ടോ? ഞാനും കണ്ടുകൊണ്ടിരിക്കുക സാറേ. എന്തിനാണ് 5 കൈലാസം പോയത്? ഈ കൈലാസത്തിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ സർപ്പത്തിൻ്റെ ഭണം അങ്ങനെ മഞ്ഞുകൊണ്ട് രൂപപ്പെട്ടതാകാം, അത് കാണുന്നുണ്ട്. നമ്മുടെ ഭാവനയിൽ എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞ അതൊക്കെയാണ് അവിടെ കാണുന്നത്. രാവണൻ വടം കെട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടുള്ള പാട് അത് കൈലാസത്തിൽ കാണുന്നുണ്ട്. അഷ്ടപദ ദർശനം എന്ന് പറഞ്ഞൊരു ദർശനമുണ്ട് അവിടെ. ഈ ദർശനം നിന്നുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പടികൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ പടികളുള്ള സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഇപ്പോൾ അനുവദിക്കുന്നില്ല, അവസാനം ഞാൻ പോയപ്പോൾ അനുവദിച്ചില്ല. അവിടെ ചൈന അത് വിലക്കി. അവിടേക്ക് വാഹനത്തിൽ പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്. അവിടെ ചെന്ന് ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ ചെങ്ങന്നൂർ RTO ആയിട്ട് വിരമിച്ച ശ്രീകുമാർ, അദ്ദേഹം ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 12 മണിക്കൂർ കപ്പാസിറ്റിയുള്ള ബാറ്ററിയൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്, നമുക്കെല്ലാം വീഡിയോയിൽ പകർത്തണമെന്ന് പറഞ്ഞു. ഈ അഷ്ടപദർശനത്തിന് വേണ്ടി ഞങ്ങൾ പോയി. അന്ന് വണ്ടിയിലാണ് പോയത്, അടുത്ത വർഷമാണ് ഞാൻ നടന്നു പോയത്. അവിടെ ചെന്നു, ഇതൊക്കെ പകർത്തി. അടുത്തോട്ട് പോയപ്പോൾ ഞങ്ങളെ വിളിച്ചു, അകത്ത് പോകരുത്, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അത്തരം അപകടങ്ങളൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. എന്തായാലും തിരിച്ച് ധാർച്ചുലയിൽ ഞങ്ങളെത്തി. എൻ്റെ കൂടെ യാത്ര ചെയ്ത് നേരത്തെ പറഞ്ഞ മേജർ, ആ മേജർ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ സാധനം ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്തു.
ഇതുവരെ ഈ നിമിഷം വരെ അത് ഓപ്പൺ ആയിട്ടില്ല. ആദ്യമായിട്ട് ഒരിക്കൽ മാത്രമാണ് അതിൻ്റെ താഴെയായി ചന്ദ്രക്കല ഞാൻ തെളിഞ്ഞു കാണുന്നത്. അവിടെ പോയാൽ എൻ്റെ ഒരേ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇരിക്കുക, കണ്ണുനീർ ധാരധാരയായി ഒഴുകുക. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്നെപ്പോലെ ഒരാളെ ഈ ദേവന്റെ മുമ്പിൽ എത്തിച്ച ആ അത്ഭുത ശക്തിക്ക് മുമ്പിൽ പ്രണമിക്കുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ ഒരു വലിപ്പം കൊണ്ടേ അല്ല, എൻ്റെ പൂർവ്വസൂരികൾ ആരോ ചെയ്ത പുണ്യമായിരിക്കാം എന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും അങ്ങനെ ആദി കൈലാസാണ് പിന്നെയുള്ള കൈലാസങ്ങളിൽ ഒന്ന്. അവിടേക്ക് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ അടുത്ത ദിവസം എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരാൾ പോയിരുന്നു. അവർ വലിയ കുഴപ്പമില്ലാതെ യാത്ര പൂർത്തിയാക്കി. അവർ പാർവതികുണ്ടിൽ സ്നാനം ചെയ്തു, ഗൗരികുണ്ടിലും പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സത്യമാണ് അവർ പറഞ്ഞു. വളരെ അതിൻ്റെ ഒരു തിക്തഫലം ഞാൻ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു. വേറെ കാര്യം, അത് പോട്ടെ, അതിവിടെ പരാമർശിക്കുന്നില്ല. അപ്പോൾ മറ്റ് 3 കൈലാസങ്ങളുള്ളത് ടഫസ്റ്റ് പിൽഗ്രിമേജ് പ്ലേസ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന കൈലാസമുണ്ട്. അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ മറ്റ് 2 കൈലാസങ്ങൾ ഹിമാചൽ പ്രദേശിലുണ്ട്. ശ്രീകണ്ഠ് കൈലാസ്, കിന്നർ കൈലാസ്, മണിമഹേഷ് കൈലാസ്. അത് ശ്രീകണ്ഠിലേക്കുള്ള യാത്ര അതൊരു ഒന്നൊന്നര യാത്രയാണ്. കാരണം ഇവിടെ നടന്നു പോകുന്ന വഴിക്കൊരു രൂപരേഖ ഉണ്ടെങ്കിൽ അവിടെ അതുമില്ല. അങ്ങനെ കൊടിഞ്ഞും എന്താ പറയുക, മല മറിഞ്ഞു കിടക്കുക. ഇപ്പോൾ കവളപ്പാറ ദുരന്തമൊക്കെ ഞാനവിടെ പോയി സഹായമൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മലകളാണ് ഇടിഞ്ഞ് മറിഞ്ഞു കിടക്കുന്നറിയോ. അതിലൂടെയാണ് യാത്ര. നടന്നു പോകുന്നവർ കല്ലെടുത്ത് ഇങ്ങനെ ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുക. അതാണ് യാത്രാ വഴി. അങ്ങനെ ഒരു തരത്തിലും എത്തിപ്പെടാൻ പറ്റില്ല. യാത്ര അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ വീണ്ടും നടക്കുക, അതേ ഉള്ളൂ മാർഗം. അപ്പോൾ കാല് പറയും, എനിക്കിനി നിന്നെ കൊണ്ടുപോകാൻ വയ്യ. അപ്പോൾ കാലിനോട് പറയാം, നീ എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ ചേരാൻ സാധിക്കുള്ളൂ. അവിടുത്തെ ഈ കൈലാസ് മാനസരോവറിലെ കൈലാസം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉപഗ്രഹ ചിത്രത്തിൽ ഒരു പീഠത്തിൽ എങ്ങനെയാണോ ശിവലിംഗം ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെയാണ്. അത് പൂർണ്ണമായ കാഴ്ച കാണണമെങ്കിൽ ഇന്നർ കോറ യാത്ര ചെയ്യണം. അത് പോയാൽ കൊള്ളാമെന്നെങ്കിൽ ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. പ്രായം 62 7 വയസ്സ് വരെ യാത്ര അനുമതിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ഇത് വേറൊരു പ്രത്യേക ആകൃതിയിലാണ് ഈ ശിവലിംഗം നിൽക്കുന്നത്. അതിനെ പ്രദർശനം ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് അഗാധമായ ഗർത്തമാണ്. എങ്കിലും ഒരു പകുതിയിൽ ഇങ്ങനെയും തിരിച്ചിങ്ങനെയും ഒരു പ്രദർശനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ യാത്രയും പൂർത്തിയാക്കി ആ 3 കൈലാസങ്ങൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ഞങ്ങൾ പോയതിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഗുജറാത്തുകാരായിരുന്നു. കേരളത്തിൽ നിന്നുള്ള 4-5 പേര്, 8 പേരോ 9 പേരോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾ പോയത് കിന്നര കൈലാസത്തിലേക്കാണ്. കിന്നര കൈലാസം ഇതിനേക്കാൾ എളുപ്പമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ ഒടിച്ചു മടക്കിയത് കിന്നര കൈലാസമാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയതും മഴ തുടങ്ങി. അവിടെ മാത്രമാണ് ഞങ്ങൾ ഈ എന്താ പറയുക സ്ലീപ്പിംഗ് ബാഗിനുള്ളിൽ ഉറങ്ങേണ്ടി വന്നത്. ഷെഡൊക്കെ നമ്മുടെ കൊണ്ടുപോയ ടെൻറ്റിനകത്തൊക്കെയാണ്. അതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ നമ്മൾ വാടകയ്ക്ക് എടുത്താൽ കൊണ്ടുപോവുക. നമ്മളിതൊന്നും കൈ കൊണ്ടുപോകാറില്ല. അവിടെ നിന്ന് അതിൻ്റെ ആ ആദ്യത്തെ പോയിന്റിൽ നിന്ന് പിറ്റേ ദിവസം യാത്ര ആരംഭിക്കുമ്പോൾ മോശം കാലാവസ്ഥയാണ്. എന്നോടൊപ്പം ഒരു പോർട്ടർ വന്നുകൂടി. ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ല. പക്ഷേ അവസാനം എത്തിയപ്പോൾ ആ പോർട്ടർ എന്നെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. കാരണം നിൽക്കാൻ വയ്യ. ഞാനൊരു മലയുടെ മടക്കിനുള്ളിൽ കയറിയിരുന്നു. കാരണം ഭയങ്കരമായ ശീതമാണ്. ഈ ചുണ്ടൊക്കെ കോടിപ്പോയി. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. അവിടുന്ന് ഒരു തരത്തിൽ എഴുന്നേറ്റ് ഇവിടെ പോയി ഒരു ഇതൊക്കെ അവിടെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യന്മാരില്ല. എവിടൊക്കെയോ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ഭീകരമായ ശബ്ദം. എന്ത് സംഭവിക്കാം? പിസറൻ കാറ്റ്. വഴി കൃത്യമല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ അവസാനിച്ചു. എന്തായാലും അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ചെറിയ നദികളൊക്കെ ഭീകരരൂപികളായിരിക്കുന്നു. അവയൊക്കെ കുറുകെ കിടക്കാൻ വലിയ പാടായിരുന്നു. അങ്ങനെ അതും അതിജീവിച്ച് നമ്മുടെ അവസാന ക്യാമ്പിലെത്തി. പിന്നെ മണിമഹേഷ് ആയിരുന്നു. ഞാൻ പോയ കൈലാസങ്ങളിൽ ഏറ്റവും സുഖകരമായ യാത്ര ചെയ്തത് മണിമഹേഷ് കൈലാസമായിരുന്നു. പക്ഷെ മണിമഹേഷ് കൈലാസിൽ മാത്രം പോയ ഒരാൾ എന്നോട് പറഞ്ഞത് ടഫായിരുന്നു എന്നാണ് പറഞ്ഞു. അതൊരു ക്രിസ്ത്യാനിയാണ്. CPM-ൻ്റെ അടൂരിലെ പഞ്ചായത്ത് മെമ്പറാണ്. കൈലാസവും ഹിമാലയമൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ വേണ്ടിയിട്ടുള്ള ഒന്നുമല്ല.
കാരണം ജാതിയും മതവും ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി? ഈവൻ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിനുമൊക്കെ എത്രയോ മുമ്പ് നമ്മുടെ പൂർവിക പരമ്പര തീർത്ഥാടനങ്ങളാണ് നടത്തിയത്. ആ യോഗയുടെ ഒരു കൺസെപ്റ്റിൽ കാണുമ്പോൾ ഈ അന്നമയ കോശം ശരീരത്തെ പറയുക, അന്നമയ കോശത്തെ വഴക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിച്ചത്, സാധാരണക്കാരന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ 5 കൈലാസങ്ങളും യാത്ര പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. ഒരിക്കൽ കൂടി വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോയെന്ന് വരും. കാരണം കൈലാസത്തിൻ്റെ, ഹിമാലയത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെയാണ് പഞ്ചകേദാരങ്ങളെ പറ്റി അറിയുന്നത്. പഞ്ചകേദാരങ്ങളിൽ ഒരു കേദാരം ഹിമാലയ ഏതു കേദാരം, അത് കേദാർനാഥ് എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. അവിടെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. പക്ഷേ പഞ്ചകേദാരങ്ങളിൽ പോകണം എന്നിങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ, ഞങ്ങൾ പോകുമ്പോൾ ഈ ടൂർ പാക്കേജ് ഒന്നും ഇല്ല നമുക്ക്. ഞങ്ങൾ പോകുന്നവരെ ഒന്നിച്ച് പോകുന്നു, പൈസ ചിലവാക്കുന്നു, അവസാനം കണക്ക് നോക്കുന്നു, പൈസ ഡിവൈഡ് ചെയ്യുന്നു, ഓരോരുത്തരും കൊടുക്കുന്നു, അല്ലാതെ വേറെ അതിന് ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിനെ പറ്റി ആൾക്കാരെ കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ് രാജേഷിനോട് ചോദിച്ചു, രാജേഷ് കേദാർ യാത്രയ്ക്ക് വരുന്നോ? രാജേഷ് തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ രാജേഷിനെ ഒന്ന് പരീക്ഷിക്കാതെ കൊണ്ടുപോകാൻ പറ്റില്ല. രാജേഷിനെ കൊണ്ട് അഗസ്ത്യാർ കൂടത്തിൽ പോയി. അഗസ്ത്യാർ കൂടം കേരളത്തിലെ ഒരു വലിയ മലനിരയാണ്. അഗസ്ത്യൻ്റെ നിവാസസ്ഥാനം എന്നാണ് ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ നിന്ന് തിരിഞ്ഞ് ബോണക്കാട് എസ്റ്റേറ്റ് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറി പോകുന്ന അതികഠിനമായ കയറ്റമാണ്. അവസാനത്തെ 3 പാറകളിൽ കയറൊക്കെ പിടിച്ച് വേണം കയറി പോകാൻ. ആ യാത്രയിൽ പൂർത്തിയാക്കി രാജേഷ് കുഴപ്പമില്ലാതെ വന്നതോടുകൂട്ടാണ് രാജേഷിനെ ഞങ്ങളുടെ കൂടെ കൂട്ടിയത്. പിന്നെ ഉണ്ടായിരുന്ന 2-3 യോഗാചാര്യന്മാരും ഒക്കെ കൂടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പഞ്ചകേദാരങ്ങളിലെ കേദാർനാഥ് അതികഠിനമാണെങ്കിലും അതിനേക്കാളും ഞങ്ങളെ വിഷമിപ്പിച്ചത് രുദ്രനാഥായിരുന്നു, ഇല്ലേ? രുദ്രനാഥായിരുന്നു. അപ്പോൾ രുദ്രനാഥിലേക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരം 17 കിലോമീറ്ററൊക്കെ പറയുന്നെങ്കിലും നാട്ടുകാർ പറയുന്നത് 22 കിലോമീറ്ററൊക്കെ ആണെന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഇത് ഇത്രയൊക്കെ കൃഷ്ണ സഹിച്ച് മുകളിലെത്തിയാൽ ആ മനോഹരമായ ഭൂമി കാണുമ്പോൾ നിങ്ങൾ എല്ലാ ക്ഷീണവും മറക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും, ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതാവഹമായിരിക്കും. അങ്ങനെ പഞ്ചകേദാരങ്ങളിലെ എന്താ പറയുക, രുദ്രനാഥും തുംഗനാഥും കൽപ്പനാഥും ഒക്കെ അങ്ങനെ പോകാൻ ഇടയായി. അങ്ങനെ മഹാദേവൻ്റെ ഇരിപ്പിടങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇവയൊക്കെ എങ്കിലും ഇവിടെയെല്ലാം ശൈവ സാന്നിധ്യം നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അതിന് തക്ക മനോനിലയിൽ വേണം പോകുവാൻ. ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടേണ്ട സ്ഥലമല്ല ഇത്. ഞാനൊക്കെ ഈ 4 ദിവസം മൗന ഉപവാസത്തിരിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ വന്ന് ഈ മഹാദേവന് പ്രദർശനം വെക്കുമ്പോൾ, അഹോരാത്രം മൗന ഉപവാസത്തോട് പ്രദർശനം വെക്കുമ്പോൾ, അതിനു മുമ്പ് ഞാൻ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ എങ്ങനെ ചെയ്തിരുന്നു. ഒരിക്കലും ഞാൻ അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട ആളാണ്. എനിക്ക് സൺസ്ട്രോക്ക് അടിച്ചു. അതുകൊണ്ട് അതിനൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നീട് അവിടെ പൂർത്തിയാക്കിയത്. അത് ശിവരാത്രി ദിവസം മഹാദേവൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാദേവനെ പ്രദർശനം വയ്ക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ വർഷം ഞാൻ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലായിരുന്നു. കാരണം ഇവിടെ ആകുന്ന ആൾക്കാരൊക്കെ അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും അറിയാതെ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിലാണ് പ്രദർശനം വെച്ചത്. അപ്പോൾ എന്തായാലും മഹാദേവൻ എന്ന് പറയുന്ന സങ്കല്പം ഭാരതത്തിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതാണ്. ഏതൊരു കല്ലും അവിടുത്തെ എടുത്താൽ അത് മഹാദേവനാണ് അല്ലെങ്കിൽ ശിവലിംഗമാണെന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള കൈലാസത്തിൽ പോകുമ്പോൾ നിങ്ങൾ പോകാൻ തീവ്രമായി ആഗ്രഹിക്കുക, തീർച്ചയായിട്ടും അത് നടക്കും. എന്തായാലും ഈ ഒരു യാത്രാനുഭവങ്ങൾ എനിക്ക് നൽകുന്ന ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. ഈ ഓരോ യാത്രയിലും പഞ്ചകേദാരങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബദരികളായിരുന്നു, സപ്തബദരികൾ. അവയൊക്കെ തന്നെ വൈഷ്ണവ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ വൈഷ്ണവരും ശൈവരും തമ്മിൽ പണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. എന്തായാലും ഇതെല്ലാം ഒന്നാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ഇത്തരം യാത്രകളിൽ ചെയ്യുക. പഞ്ചബദരികളിൽ ബദരികാശ്രമത്തിൽ അവിടെ വലിയ സംവിധാനം, ആളും ബഹളം ഒക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള ബദരികളിലെങ്ങും പൊതുവെ ആൾക്കാർ കുറവാണ്. അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, രാമേശ്വരം പോലുള്ള ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. 12 ജ്യോതിർലിംഗങ്ങളെ പറ്റി അറിയുന്നു. ഇപ്പം നമുക്ക് പോകാവുന്ന, ഏറ്റവും അടുത്ത് പോകാവുന്ന ജ്യോതിർലിംഗമാണ് നമ്മുടെ
രാമേശ്വരത്തിൽ ഞാൻ പോകുന്ന 1985 ഇവിടെ പമ്പ കോളേജ് ഡിഗ്രി പഠിക്കുമ്പോൾ സ്പെസിമെൻ കളക്ഷന് വേണ്ടിയാണ് പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അത് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് പോയി, പല പ്രാവശ്യം പോയി. മറ്റൊരു ജ്യോതിർലിംഗം ഈ പറയുന്ന കേദാർനാഥിലെ ജ്യോതിർലിംഗമാണ്. അതിന് പിന്നിലുള്ള കഥ കൂടി ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ പഞ്ചകേദാരങ്ങളുടെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കഥകളും പലതിലും പറയുന്നുണ്ടെങ്കിലും കഥകൾക്ക് നമുക്ക് മുട്ടില്ലല്ലോ. ഇപ്പം നമ്മുടെ യുദ്ധാനന്തരം മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവർ ശിവനെ ഭജിച്ചു. തങ്ങളുടെ പാപങ്ങളൊക്കെ തീർന്നു കിട്ടുന്നതിന് വേണ്ടി ഭജിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭജിക്കുമ്പോൾ ഇവർ ധാരാളം ബ്രഹ്മഹത്യ ഉൾപ്പെടെ ധാരാളം പാപങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല എന്ന് ഭഗവാൻ തീരുമാനിച്ചു അത്രേ. അങ്ങനെ തീരുമാനിച്ചിട്ട് അദ്ദേഹം ഒരു വലിയ കാളയുടെ രൂപത്തിൽ ഓടിപ്പോയി. ഇത് ഭീമന് മനസ്സിലായി, ഈ കാള മോശക്കാരനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ രണ്ട് വലിയ മലകളുടെ ഇടയിലേക്ക് മുകളിലേക്ക് കാല് വെച്ചിട്ട് ഓടിപ്പോകുന്ന കാളയുടെ മുതുകിൽ പിടിച്ചത്രേ. അവിടെ മാത്രം അവിടെ ഉറച്ചുപോയി. അതാണ് കേദാർനാഥ് എന്നാണ്. അപ്പോൾ അവിടുത്തെ വിഗ്രഹം അവിടെ ഒന്നുമില്ല, ഈ ഒരു ചെറിയ മുതുകിൻ്റെ ആകൃതിയുള്ള കല്ല് മാത്രമാണ്. ക്ഷേത്രമാകട്ടെ കഷ്ടിച്ച് ഒരാൾക്ക് കയറി ഇറങ്ങാവുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പോൾ വലിയ താമസമാണ് അവിടെ വരുന്നത്. അതിൻ്റെ പിന്നിലെ മഹാത്ഭുതമായി ഇന്ന് മാറിയിരിക്കുന്നത് കേദാർനാഥ ക്ഷേത്രത്തെ സംരക്ഷിച്ച വലിയൊരു ശിലയുണ്ട്. 2013-14 ഉണ്ടായ മഹാപ്രളയത്തിൽ, എന്തായിരുന്നു 14, അതിന് തൊട്ടും 13 ഞാൻ അവിടെ പോയിരുന്നു. 13 ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നു. അന്ന് ഈ കല്ലില്ല. ആ പ്രളയത്തിൽ ഒഴുകി വന്ന, അത് വലിയ ലാവാപ്രവാഹം പോലെ ഒഴുകി വന്നതാണ്. ഈ ഒരു കല്ല് ക്ഷേത്രത്തിന് തൊട്ട് മുകളിലായിട്ടുള്ള അവിടെ ഉറച്ചുപോയി. അതിന് തട്ടിയാണ് ഈ ലാവ മുഴുവൻ, ഈ പ്രവാഹം മുഴുവൻ ഒഴുകിയത്. അതുകൊണ്ട് ആ ക്ഷേത്രത്തെ സംരക്ഷിച്ച വലിയ മഹാശില എന്ന രീതിയിൽ അതിനെ ഇന്ന് അവിടെ പൂജിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഓരോ കാഴ്ചകളും, എന്താ പറയുക, നദികളും അവിടുത്തെ കല്ലും എല്ലാം തന്നെ പവിത്രമായി കരുതിക്കൊണ്ട് പൂജിക്കുന്നവരാണ് ഏറെ പേരും. അപ്പം അങ്ങനെ ആ മുതുകാണ് അവിടെ ഉറച്ചതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചകേദാരങ്ങളാണ് ഭാരതത്തിലുള്ളതെങ്കിൽ മറ്റൊരു കേദാരം തന്നെയാണ് പശുപതിനാഥ ക്ഷേത്രം, നേപ്പാൾ പറഞ്ഞ ക്ഷേത്രം. ഞാൻ പറഞ്ഞിരുന്നു അത് ശിവൻ്റെ തല അവിടെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ 1008 ശിവലിംഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ രുദ്രാക്ഷം ധാരാളമുള്ള സ്ഥലമാണ് നേപ്പാൾ. പലരും ഞാൻ ഈ യാത്രയൊക്കെ പോകുമ്പോൾ എന്നോട് പറയുന്നത്, സാറേ എന്താ പറയുക, രുദ്രാക്ഷം കൊണ്ടുവരണമെന്ന് പറയാറുണ്ട്. ശരിക്കുള്ള രുദ്രാക്ഷം കിട്ടണമെങ്കിൽ നേപ്പാളിലാണ് പോകേണ്ടത്. മറ്റിടത്തൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും, ധാരാളം കള്ളത്തരം ഇതിനൊക്കെ പിന്നിലുണ്ട്. ഞാനങ്ങനെ രുദ്രാക്ഷമൊന്നും കൃത്യമായിട്ട്, ഒരു രുദ്രാക്ഷം എൻ്റെ കഴുത്തിലുണ്ട്. അതൊരു സ്വീകരണത്തിൽ ഉത്തരേന്ത്യയിൽ വെച്ച് തന്നതാണ്. അതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അക്കാര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. രുദ്രാക്ഷത്തിന് ഗുണങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ധരിക്കേണ്ടവർ വേണ്ട വിധത്തിലൊക്കെ ധരിക്കേണ്ടതാണ്. ഞാനതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ അങ്ങനെ മറ്റൊരു മധ്യമഹേശ്വർ, പിന്നീട് ഞങ്ങൾ പോയ മധ്യമഹേശ്വറിലേക്കാണ്. മധ്യമഹേശ്വറിൽ ഭഗവാന്റെ മധ്യഭാഗം ഉറച്ചുപോയ സ്ഥലമാണത്രേ. അവിടുത്തെ വിഗ്രഹം ഏതാണ്ട് കാളയുടെ വൃഷണത്തിൻ്റെ ആകൃതിയിലാണ്. ഞങ്ങൾ അതിരാവിലെ ചെന്നതുകൊണ്ട് അത് കാണാനിടയായി. രാവിലെ പുറപ്പെട്ടിട്ട് ഞങ്ങൾ രാത്രി 10 മണിക്കെങ്ങാണ്ട് അവിടെ ചെല്ലുന്നത്. അതിരാവിലെ അവിടെ തൊഴുതിട്ട് പിന്നെ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും അത് സ്വാധിഷ്ഠാന ചക്രത്തെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ചക്രങ്ങൾ 6 ചക്രങ്ങളുണ്ട്. ഇത് മന്ത്രങ്ങളിലെല്ലാം ഈ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ യോഗയുടെ ശാസ്ത്രമാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ലളിത സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ മൂലാധാര നിലയായേ നമ, സ്വാധിഷ്ഠാനാംബുജഗതായേ നമ, മണിപൂരാന്തര ഉദിതായേ നമ, അനഹതാബ്ജചക്ര നിലയായേ നമ, വിശുദ്ധിചക്ര നിലയായേ നമ, ആജ്ഞാചക്രാന്തരളസ്ഥായേ നമ, ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമ. യോഗയുടെ ശാസ്ത്രമാണ്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം, പ്രതിഷ്ഠ മുഴുവൻ ഈ ആധാരചക്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതൊക്കെ വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഭാരതത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും യോഗശാസ്ത്രത്തെ ആക്കിയുള്ളതാണ്. അത് സാധാരണക്കാർ കൂടി പ്രയോജനപ്പെടത്തക്ക വിധമാണ് ഈ ക്ഷേത്രങ്ങളും ഈ വലിയ മലകളുടെ മുകളിലും മറ്റും തീർത്ഥസ്ഥാനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത്. കാരണം ഇത് കുറച്ച് ശരീരത്തെ ഒന്ന് വഴക്കിയെടുക്കുമ്പോൾ മാത്രമാണ് ഈശ്വരനെ പ്രാപിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ കാണാൻ നമുക്ക് മനസ്സ് തോന്നുക. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ മധ്യമഹേശ്വറിൽ രുദ്രനാഥിൽ ഭഗവാന്റെ കാലുകളാണ് എന്നാണ് സങ്കല്പം.
തുങ്കനാഥിൽ ഭഗവാന്റെ താടിയാണെന്നാണ് സങ്കല്പം. അങ്ങനെ അത് അവിടുത്തെ ഏതാണ്ട് ആകൃതി പാറയുടെ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും ഇതേപോലെ സങ്കല്പങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ വലിപ്പത്തെ പറ്റി നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുകൂടി ഇതിന് പിന്നിലുണ്ടായിരിക്കാം. കാരണം നേപ്പാളിൽ തലയും മധ്യഭാഗം ഇങ്ങ് കേദാറിലും മധ്യമഹേശ്വറിലും മുതുക് എന്താ പറയുക, ഇവിടെയൊക്കെ കേദാർനാഥിലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വലിയ രൂപം, ഈശ്വരന സങ്കല്പം അതെത്ര വലിപ്പമാണ്, വലിപ്പത്തിലുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭീമനെയൊക്കെ ഒന്ന് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊരു വലിയ ഭീമാകാരമായ ശരീരമായിരിക്കും. നമ്മളെപ്പോഴും വലുതിനൊക്കെ ഭീമാകാരം എന്നാണല്ലോ പറയുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് ഒരു വലിയ അനുഭവത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അമർനാഥ് യാത്ര, അമർനാഥിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. 2 വഴികൾ അവിടെ ഉള്ളത്. ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. 7 വയസ്സ് താഴെയുള്ളവരൊക്കെ പോകാൻ പറ്റുള്ളൂ. കൈലാസത്തിലേക്ക് പോകണമെങ്കിൽ മാത്രം മതി പാസ്പോർട്ട്. ഇവിടെ മറ്റു യാത്രാരേഖകളുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോകാം. അമർനാഥ് യാത്രയ്ക്ക് വേണ്ടി ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു. അതിന് മുമ്പ് 2013 ഞാൻ പോയിരുന്നു. അപ്പോഴൊക്കെ ധാരാളം പേരെ അവിടെ യാത്ര കൊണ്ടുപോകാൻ സജ്ജമാക്കണമെന്ന് കരുതി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്രാവശ്യവും 8-10 പേർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി യാത്രാ പെർമിറ്റൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. സ്ട്രിക്റ്റ് മെഡിക്കൽ നടത്തിയിട്ടൊരു മെഡിക്കൽ ഒക്കെ റിപ്പോർട്ടൊക്കെ വേണം. അതുമായിട്ട് ഇതെല്ലാം ഓൺലൈനിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ ജമ്മുവിലെത്തി വൈഷ്ണോദേവി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മറ്റൊരു വലിയ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയി, ഒരു ഗുഹാക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വരി വൈഷ്ണോദേവിയിലേക്ക് വരുന്ന വഴിക്കാണ് ഈയിടെ ഭീകരർ ആക്രമിച്ച് കുറേ പേരെ കൊന്നില്ലേ. ഈ പത്രങ്ങൾ വലിയ വാർത്തയായിരുന്നല്ലോ. അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ ആ ദിവസം കണ്ടാണെന്ന് തോന്നുന്നു. എന്തിനായി ഇങ്ങനെയൊക്കെ കൊല്ലുന്ന അറിഞ്ഞുകൂടാ. അമർനാഥ് യാത്രികരെയും കൊല്ലാൻ പാർത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അമർനാഥിലേക്ക് പോകാനും പിന്നെ ജീവനോടെ തിരിച്ചു വരുവാനും അങ്ങനെ തന്നെ പറയണം. കാരണം ഇപ്രാവശ്യത്തെ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും അവസാനം പോകുമ്പോൾ 5 ദിവസം ജമ്മുവിൽ കുടുങ്ങിപ്പോയി. കാരണം അത് പാലമൊക്കെ ഒലിച്ചു പോയി. അത് ഏത് നിമിഷവും അപകടങ്ങൾ സംഭവിക്കാം. 2010 കൈലാസ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഗുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തിരികെ എത്തി. 3-ാമത്തെ മെഡിക്കൽ സ്ഥലത്ത്. അവിടെ തിരിച്ചിങ്ങോട്ട് പോരാൻ വഴിയില്ല. അവസാനം പിന്നെ 5 ദിവസം അവിടെ കിടന്നു. 5-ാമത്തെ ദിവസം ഇന്ത്യൻ എയർഫോഴ്സ് വന്ന് ഞങ്ങൾ എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നു. അന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. കാരണം അന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ AK ആൻ്റണിയാണ്. അന്ന് നമ്മുടെ MLA ശ്രീ വിഷ്ണുനാഥായിരുന്നു. ഞാൻ വിഷ്ണുനാഥിനെ വിളിച്ചു. ഞാൻ മാത്രമല്ല, ഒത്തിരി പേര് എൻ്റെ കൂടെയുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ പട്ടേലിനെ പോലുള്ള വലിയ ആൾക്കാരാണ്. അവരൊക്കെ നേരിട്ട് BJP നേതാക്കന്മാരൊക്കെ അന്ന് വിളിക്കുന്ന കാലമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെ പത്രവാർത്തയൊക്കെ വന്നിരുന്നു. അങ്ങനെ എയർലിഫ്റ്റ് ചെയ്താണ് ഞങ്ങളെ അടുത്ത സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നത്. കാരണം അവിടെ പോകുന്ന ചില വഴികളൊക്കെ മണ്ണ് താന്നു പോകുന്ന സ്ഥലങ്ങളാണ്. നമ്മളവിടെ പോയാൽ ചില മുഴുവനായിട്ട് മുങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ പറഞ്ഞാൽ സാധുക്കളായ ആൾക്കാരാണ്. മൊബൈൽ ഫോണൊന്നും ഇല്ല. ആകെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പാട്ട് കേൾക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരും കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ ഭാരതം എന്ന ബോധ്യം നമുക്കുണ്ടാവും. ഞാൻ പറഞ്ഞ ഓരോ സ്ഥലത്തും ആ കല്ലൊക്കെ മേഞ്ഞ് അതിനുള്ള അവർ സന്തോഷത്തോടാണ് കഴിയുന്നത്. നമ്മളിവിടെ രമ്യഹർമ്മ്യങ്ങളൊന്നും ഇല്ല. 6 മാസക്കാലം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വന്ന് കുതിരക്കാരായിട്ട് വന്ന് പോർട്ടർമാരായിട്ട് വന്ന് നമ്മളെ സഹായിച്ച് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് അവർ ഗ്രാമത്തിൽ പോയി അവരുടെ മക്കളെ പഠിപ്പിച്ച് അവരെ ജീവനത്തിൽ തയ്യാറാക്കും. അപ്പോൾ ഇങ്ങനെ ഭാരതത്തിൻ്റെ വിവിധങ്ങളായ മുഖങ്ങൾ കാണുവാൻ ഈ യാത്ര ഉപകരിക്കും. ഇപ്പോഴാണ് ഞങ്ങൾ രാഘേന്ദു ക്ഷേത്രം എന്നൊരു ക്ഷേത്രത്തിൽ പോയി. നീളാമൃതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങളവിടെ രുദ്രനാഥ് പോയിട്ട് തിരിച്ചിറങ്ങുമ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങളെ ഒരാൾ വിളിച്ചു. ഇങ്ങനെ ക്ഷേത്രമുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം വെള്ളം കുടിച്ചോട്ടെ. ഞാൻ പറഞ്ഞു 4 ദിവസമായിട്ട് വെള്ളം മാത്രമാണ് എൻ്റെ വയറ്റിലുള്ളത്. ഇതൊന്നുമില്ല. തൊണ്ടയൊക്കെ എങ്ങനെ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി അധികം സംസാരിക്കുന്നില്ല. ശബ്ദം പോയില്ലേ? അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പോയില്ലാതെ വലിയ നഷ്ടമായിരുന്നു അറിയുന്നത്. അവിടെ വർഷങ്ങളായിട്ട് അണയാത്ത അഗ്നി സൂക്ഷിച്ച സ്ഥലമാണ്.
അങ്ങനെ പല 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 ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ശിവപാർവതിമാരുടെ വിവാഹം നടന്നു എന്ന് കരുതുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ അഗ്നി കെടാതെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ അവർ സൂക്ഷിച്ചിരിക്കുന്ന ചില ആയുധങ്ങളുണ്ട്. പാണ്ഡവർ ഈ രാജ്യം വെടിഞ്ഞ് പോയ സമയത്ത്, സ്വർഗത്തിന് വേണ്ടി പോയ സമയത്ത് അവർ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആയുധങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം യാത്രകൾ അല്ലാതെ മറ്റൊരാഗ്രഹവും നമുക്ക് ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാനില്ല. എങ്ങനെയെങ്കിലും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുവാൻ, ശബ്ദം പോയി ഇനി സംസാരിക്കാൻ പറ്റില്ല, ഇടയാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എന്നായാലും നിങ്ങളുടെ മുമ്പിൽ വരുവാനും 2 വാക്ക് പറയുവാനും ഇടയായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിമാലയത്തിലൊന്ന് പോകണമെന്ന് തോന്നിയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അതിനുള്ള വഴിയും മാർഗവും പറഞ്ഞു തരിക മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. യാത്ര സംഘടിപ്പിക്കാനോ യാത്ര മാനേജരായിട്ട് വരാനോ അതിൽ ലാഭം കൊയ്യാനോ ഒന്നും ഉദ്ദേശമില്ല. ഞാനിപ്പോൾ ക്ലാസ്സുകളൊക്കെ നിർത്തിയിരിക്കുകയാണ്, ഒരു ക്ലാസ്സുകൾ നടത്തുന്നില്ല. കാരണം ഞാൻ യോഗയെ പറ്റിയിട്ട് പറഞ്ഞാൽ അത് എൻ്റെ ക്ലാസ്സിലേക്ക് ആളെ പിടിക്കാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഇത് യാത്രകളുമായിട്ട് കഴിയുകയാണ്. ശബ്ദം പോയിരിക്കുന്നത് ഞാൻ തുടരുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ളവർക്ക് നമസ്കാരം. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം.